എനിക്ക് ബൈക്ക് ഓടിക്കാനുള്ളതാ, കാർ ഡ്രൈവ് ചെയ്യാനുള്ളതാ. ചിലരുടെ നീഡ് എനിക്ക് സ്പോർട്സ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും. Hello everyone, welcome to Med Ventures. ആദ്യം യൂസ് ചെയ്തത് പോളിപ്രോപ്പിലിൻ, പോളിയസ്റ്റർ ഡ്രസ്സിനൊക്കെ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ഫൈബർ, നിക്കൽ, ടൈറ്റാനിയം അങ്ങനെയുള്ള വെരി ലൈറ്റ് വെയിറ്റ് ആൻഡ് ഡ്യൂറബിൾ സ്ട്രോങ് മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട്. 3 പെൺകുട്ടികളാണെങ്കിലും അച്ഛൻ്റെ അടുത്ത് അത്രയും കാശൊന്നും ഇല്ലെങ്കിൽ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങളെ എവിടെ വരെ വേണമെങ്കിലും ഞാൻ പഠിപ്പിക്കും. സോ മച്ച് ഓഫ് ഹാപ്പിനെസ് ഇൻ ഹിസ് ഓർ ഹർ ഫേസ്. അത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ എവിടെ നിന്നും കിട്ടില്ല എന്ന് എനിക്ക് ആ സമയത്ത് തന്നെ മനസ്സിലായിരുന്നു. ഹലോ എവ്രി വൺ, വെൽക്കം ടു മെഡ് വെഞ്ചേഴ്സ്. ഇന്ന് ഞങ്ങൾ ഒരു വെരി സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പറ്റിയാണ് സംസാരിക്കാനും മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു ബിസി ലൈഫ് സ്റ്റൈലിൽ ഞങ്ങളിപ്പോൾ നടക്കുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോൾ, ഞങ്ങളെ വല്ലപ്പോഴും ഞങ്ങളുടെ സൈഡിൽ ഒരാൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ആളൊരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിരിക്കാം. അവരുടെ കൈ ഒരു വെപ്പ് കൈ ആയിരിക്കാം, അവരുടെ കാലൊരു വെപ്പ് കാലായിരിക്കാം. അതിൽ അവരെങ്ങനെയാണ് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നത് വല്ലപ്പോഴും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ദ ഹീറോസ് ബിഹൈൻഡ് ദിസ് ഈസ് എ പ്രോസ്തെസിസ് സ്പെഷ്യലിസ്റ്റ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് what goes in making a prosthesis either for a hand or a leg. So today we have a very special guest, Miss Vidhu Priya from the National Institute of Physical Medicine and Rehabilitation, Thrissur. I welcome you, madam, to the show. Thank you. ഇപ്പോൾ ഈ ഒരു പ്രോസ്തെസിസ് സ്പെഷ്യലിസ്റ്റിലേക്ക് വരുന്ന മുമ്പ് ഐ എം ഷുവർ മാഡം 1980s 1970s ജനിച്ചത്. എങ്ങനെയാണ് ഈ ഒരു പ്രോസ്തെസിസ് സ്പെഷ്യലിസ്റ്റിലേക്ക് എത്തിപ്പെട്ടത്? സർ പറഞ്ഞ പോലെ ഞാൻ 1978 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ശരിക്കും ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞൊരു യാഥാസ്ഥിതിക കുടുംബത്തിലാണ്. ഒരു ബിലോ ആവറേജ് ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അച്ഛൻ കർഷകനാണ്. പക്ഷെ അച്ഛന് ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഞാൻ ഏറ്റവും ഇളയ മകളാണ്. 3 പെൺകുട്ടികളാണെങ്കിലും അച്ഛൻ്റെ അടുത്ത് അത്രയും കാശൊന്നും ഇല്ലെങ്കിൽ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങളെ എവിടെ വരെ വേണമെങ്കിലും ഞാൻ പഠിപ്പിക്കും. ഡൊണേഷൻ കൊടുക്കാൻ പറ്റില്ല, അല്ലാതെ എവിടെ അഡ്മിഷൻ കിട്ടിയാലും വീടും സ്ഥലവും വിറ്റിട്ടായാലും പഠിപ്പിക്കുമെന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ 3 പേരും പഠിത്തത്തിൽ അത്യാവശ്യം നല്ല കുട്ടികളായിരുന്നു. അങ്ങനെ 10th പാസ്സായി. +2 സെന്റ് മേരീസ് കോളേജ്. അപ്പം ഞാൻ വയനാട്ടിലാണ് ജനിച്ചത്. അപ്പോൾ വയനാട്ടിലെ ഒരു നല്ല കോളേജുകളിൽ ഒന്നായ സെന്റ് മേരീസ് കോളേജിൽ +2 സയൻസിന് അഡ്മിഷൻ കിട്ടി. അവിടുന്ന് നമ്മളിപ്പോ എത്ര യാഥാസ്ഥിതിക കുടുംബത്തിലാണെന്ന് പറഞ്ഞാലും പാരന്റ്സിന്റെ ഒരു സ്വപ്നമുണ്ട്, ഡോക്ടർ ആക്കണം മക്കളെ എന്ന്, അല്ലെങ്കിൽ നേഴ്സ് ആക്കണം, ടീച്ചർ ആക്കണം, ഇതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്വപ്നം വെച്ചിട്ടായിരുന്നു എന്റെയും യാത്ര. അങ്ങനെ അവിടെ ഞാൻ സെന്റ് മേരീസിൽ +2 കഴിഞ്ഞ് കോച്ചിങ്ങിനൊന്നും പോകാനുള്ള അങ്ങനെയുള്ള സാമ്പത്തികമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഒരു പ്രാവശ്യം എൻട്രൻസ് എഴുതി നോക്കി. പക്ഷെ വളരെ പുറകിലായിരുന്നു. പിന്നെ എന്തായാലും BSc കെമിസ്ട്രിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ കെമിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കെമിസ്ട്രി പാസ്സായപ്പം എഗെയിൻ ഒന്നുകൂടെ എഴുതി നോക്കി. അപ്പൊ എനിക്ക് BSc നഴ്സിങ്ങിന്, ഫാർമസിക്ക് അങ്ങനെയുള്ള 1-2 കിട്ടി. പക്ഷെ ഓൾറെഡി മൂത്ത ചേച്ചി നേഴ്സ് ആയതുകൊണ്ട് ചേച്ചി പറഞ്ഞു പോകണ്ടാന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ റേഡിയോഗ്രഫി ടെക്നീഷ്യൻ ആണ്. അപ്പോൾ അവിടെ അവരുടെ ലാബില് പേപ്പർ ഹിന്ദു ഇല്ലേ, അത് വരുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലിങ്ങനെ ജസ്റ്റ് ഒരു ആഡ് കണ്ടതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ. ദാറ്റ് ഫസ്റ്റ് ടൈം എവർ ഇൻ കേരള ആയിരുന്നു ആ സമയത്ത്. അതുവരെ 1998 ജസ്റ്റ് ഐ കംപ്ലീറ്റഡ് മൈ BSc കെമിസ്ട്രി. അപ്പോ പുള്ളിക്കാരൻ തന്നെയാണ് അപ്ലൈ ചെയ്തത്, എന്നോട് പറഞ്ഞിട്ട് പോലുമില്ല. എന്നിട്ട് എന്നോട് ജസ്റ്റ് പറഞ്ഞു, നമുക്കിവിടെ സെന്റർ ട്രിവാൻഡ്രത്താണ്, അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഞാൻ ഈ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു, എൻട്രൻസ് മെഡിക്കൽ എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ആ ഒരു ബുക്ക് മാത്രമാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോ ചേട്ടാ ഇങ്ങനെ പറഞ്ഞത്, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ട്രിവാൻഡ്രം വരെ പോവാം, കറങ്ങിയിട്ട് വരാം, ജസ്റ്റ് എക്സാം കൊടുത്തിട്ട് വരാം. അവിടേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും കാണുമ്പോൾ ഭയങ്കര ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര ടെൻഷനായി. എല്ലാവരും ഇങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര പഠിക്കുന്നു, ഞാൻ ബുക്ക് എടുത്തിട്ടും പോയിട്ടില്ല, പഠിക്കുന്നു, അമ്മ അച്ഛനും അവിടം വരെ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കുന്നു, ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് ഭയങ്കര. അപ്പൊ പിന്നെ എഴുതി. പ്രതീക്ഷയൊന്നും അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷെ ജസ്റ്റ് കെമിസ്ട്രി കംപ്ലീറ്റഡ് ചെയ്ത ആ സമയം ആയതുകൊണ്ട് കെമിസ്ട്രി ഫുള്ളായിട്ടും ഫിസിക്സ് ഫുള്ളായിട്ടും അറ്റംപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ബയോളജി ടച്ച് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ വന്നിരുന്നപ്പോഴാണ് ഇതിനുവേണ്ടി കോൾ വന്നത്. കോൾ വന്നപ്പോൾ ശരിക്കും ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഈ ഓൾ ഇന്ത്യ എൻട്രൻസ് ആയിരുന്നു. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ കാൽക്കട്ട, ഒറീസ, മുംബൈ, ഡൽഹി, ഈ സ്ഥലങ്ങളിലാണ് ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്.
അപ്പൊ ആ ഒരു സമയത്ത് പ്രതീക്ഷ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ അപ്രതീക്ഷിതമായി കോൾ വരുന്നു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഈശ്വര കൽക്കട്ടയിലൊക്കെ പോയി അല്ലെങ്കിൽ ഒറീസയിൽ പോയി പഠിക്കുക എന്നുള്ളതൊന്നും ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അച്ഛൻ പറഞ്ഞു പോണം, പിന്നെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം, കിട്ടിയാൽ എന്തായാലും നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങള് കൗൺസിലിങ്ങിന് പോയി. ലക്കിലി പിന്നെ ഇത് കിട്ടുന്നതിന് മുന്നേ ചേട്ടാ ഇതിനെപ്പറ്റി കുറച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഈ സംഭവം ഇങ്ങനെയാണ്, ആർട്ടിഫിഷ്യൽ ലിംസ് എന്താണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അന്നേരം നമ്മുടെ അടുത്ത് മൊബൈലും നെറ്റ് സെർച്ച് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പം ചേട്ടായി തന്നെയാണ് സ്വന്തം ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നത്. അപ്പൊ കുറച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ കൂടെ സെന്റ് മേരീസ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇങ്ങനെ BK ആംബ്യൂട്ടി ആയിരുന്നു. അപ്പൊ പ്രോസ്തസിസ് യൂസ് ബിലോനി ആംബ്യൂട്ടി, അതായത് കാലിന്റെ മുട്ടിന്. അപ്പം പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അത്ര ഓപ്പൺ അല്ലല്ലോ. അപ്പൊ നമുക്ക് ശരിക്കും ചോദിക്കാൻ പോലും പറ്റില്ല എന്ത് പറ്റിയതാ. അത് ജസ്റ്റ് അവള് കുളിക്കാൻ പോകുമ്പോഴാണെങ്കിൽ പോലും ബാത്റൂമിന്റെ ഉള്ളിലായിരുന്നു ഓരി വെക്കുള്ളൂ. അത്രയും ആരെയും കാണിക്കില്ല. അതപ്പം ഭയങ്കര പ്രൈവറ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ എനിക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടി. അങ്ങനെ പോയി അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേയും ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡ് ആർക്കും അറിയില്ലാത്തൊരു ഫീൽഡാണ്. പ്ലസ് പെൺകുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ അത് സ്യൂട്ടബിൾ ആണോ എന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോഴും എന്റെ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യം, ഓൺലി 11 സീറ്റ്സ് ആണ് ഉള്ളത്. അതിൽ മേ ബി 10 സ്റ്റുഡൻസ് ബോയ്സ് ആയിരിക്കാം, നീ ഒരാളായിരിക്കാം വേണമെങ്കിൽ പെൺകുട്ടി. വർക്ക്ഷോപ്സിൽ പോകേണ്ടി വരും. ബിക്കോസ് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ, ഇപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ലിംബ് ഉണ്ടാക്കുക ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വെരി ലബോറിയസ് ആൻഡ് അപ്പം വർക്ക്ഷോപ്പിൽ പോകേണ്ടി വരും. ഒറ്റയ്ക്കായിരിക്കും പെൺകുട്ടി, എന്നാലും അതിനുള്ള സ്ട്രെങ്ത് മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോകണം. അങ്ങനെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ ലക്കിലി കാൽക്കട്ടയിൽ തന്നെ കിട്ടി. അപ്പോ 3.5 ഇയറിന്റെ ഡിഗ്രി കോഴ്സ് ആയിരുന്നു. അത് അവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോ ഈ ഒരു പ്രോസസ്സിൽ പോയാല് ഹൂ ഡു യു തിങ്ക് ആർ ദ 3 മോസ്റ്റ് ഇമ്പോർട്ടന്റ് പില്ലേഴ്സ്? ഫാദർ ആണോ, ബ്രദർ ഇൻ ലോ ആണോ, സിസ്റ്റർ ആണോ? ഹൂ ഡു യു തിങ്ക്? ഒബ്വിയസ്ലി അച്ഛനെ എന്തായാലും എനിക്ക് അച്ഛനും അമ്മേനെ മറക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ചേച്ചിയും ചേട്ടായിനും തന്നെയാ പറയാനുള്ളത്. ചേട്ടായിനേക്കാളും കൂടുതൽ ചേച്ചി. ബിക്കോസ് ബ്രദർ ഇൻ ലോ നല്ലതാണെങ്കിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് അവിടെ ആ സംഭവം. പിന്നെ ബ്രദർ ഇൻ ലോ ഒബ്വിയസ്ലി അത് അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഒരു എന്താ പറയാ, ഒരു തലയിലുള്ള ഒരു കവിയപ്പ് ഇന്ന് വരെ ചേട്ടായി തുടരുന്നുണ്ട്. അപ്പോ ഇപ്പോ ഇമാജിൻ ഇപ്പോ 2000-ലായിരിക്കും നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. 2002. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 22 ഇയേഴ്സ് നൗ. ഇപ്പോ മാഡം ഹാപ്പി ആണോ? ഈ ഒരു വാട്ട് ഡു യു ഫീൽ? പ്രൊഫഷനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ഐ ആം വെരി ഹാപ്പി. ബിക്കോസ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്തായിരുന്നു എന്ന് അറിയില്ലാണ്ടാണ് ചെന്നത്. പക്ഷെ ഒരു ഫസ്റ്റ് ഇയർ പകുതിയാകുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഐ എം വെരി മച്ച് സാറ്റിസ്ഫൈഡ്. ബിക്കോസ് ഒരു പേഷ്യന്റ് നമ്മളുടെ അടുത്തേക്ക് ഇപ്പം ബൈലാറ്ററൽ ആംബ്യൂട്ടി ആണ്, ഇപ്പൊ 2 ലോവർ ലെഗും ആംബ്യൂട്ടേഷൻ ചെയ്ത ഒരാൾ വരുന്നത് നമ്മുടെ അടുത്തേക്ക് വീൽ ചെയറിൽ ഇരുന്നിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ ഒരു കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ അയാൾക്ക് ഈ നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ലിംസ് ഫിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന സമയത്ത് അയാൾ നടന്നാ പോവുക വിത്ത് സോ മച്ച് ഓഫ് ഹാപ്പിനെസ് ഇൻ ഹിസ് ഓർ ഹെർ ഫേസ്. അത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ എവിടെ നിന്നും കിട്ടില്ല എന്ന് എനിക്ക് ആ സമയത്ത് തന്നെ മനസ്സിലായിരുന്നു. അതെനിക്കൊരു സർവീസ് പോലെയാണ് തോന്നി. ഭയങ്കര ഒരു ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറേ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്തു. എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് ഇങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് പോയി എന്തായാലും പഠിച്ചിട്ട് നമ്മൾ തിരിച്ച് ഫാമിലിന്റെ അടുത്തേക്ക് വരിക എന്നാണ് ആഗ്രഹിക്കുക. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ തിരിച്ച് ഞാനിവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് എനിക്കിവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസും കണ്ടില്ല എന്നുള്ളതല്ല. ആക്ച്വലി എന്റെ ചേച്ചി നേഴ്സാണ്. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും പിയാൻഡോ സെന്റേഴ്സ് ഉണ്ട്, ഒരു പിയാൻഡോന് ആവശ്യമാണ്. പക്ഷെ ഞാൻ വയനാട് തൊട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെ പലരുടെ അടുത്ത് പോയി, പല HODസിന്റെ അടുത്ത് പോയി. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് തിരിച്ച് നോർത്തിലേക്ക് തന്നെ പോകേണ്ട വന്നു. കഴിഞ്ഞ 20 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 20 ഇയേഴ്സ് ആയിട്ട് ഞാൻ നോർത്തിൽ തന്നെയായിരുന്നു. അത് ഈ ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടാത്തതുകൊണ്ട് അതിന്റെ ഒരു വിഷമമുണ്ട്. അത് ഇപ്പോഴും ഇല്ല അത്ര ഓപ്പർച്യൂണിറ്റീസ്. ബേസിക്കലി ചോദിക്കാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു കോഴ്സ് നാട്ടിൽ അവൈലബിൾ ആണോ? ഐ തിങ്ക് മെനി പീപ്പിൾ ഡോണ്ട് നോ. അപ്പോൾ എന്താണ് യഥാർത്ഥ ഈ കോഴ്സിന്റെ ഹൗ ഡസ് ഇറ്റ് ഗോ അബൌട്ട്? എങ്ങനെയാണ്, എവിടെയാണ് ഇപ്പോൾ ഒരു പുതിയ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് അവർ അപ്ലൈ ചെയ്യേണ്ടത്? സർ ആക്ച്വലി കേരളത്തിൽ ഇതുവരെ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഫസ്റ്റ് ടൈം എവർ ഇൻ കേരള ആദ്യമായിട്ട് NIPMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വല്ലക്കുന്ന് തൃശ്ശൂർ ഈ വർഷം തൊട്ട് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സ് എന്ന് പറയുന്നത്, ഈ കോഴ്സിന്റെ അഫിലിയേഷൻ കിട്ടുന്നത് നമുക്ക് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ്.
അപ്പൊ അത് അഫിലിയേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഫിലിയേഷൻ അപ്രൂവൽ മേടിക്കണം. അപ്പം ദാറ്റ് ഈസ് അപ്രൂവ്ഡ് അണ്ടർ കുഹാസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിൽ അപ്രൂവ്ഡ് ആണ്. അതൊരു 4.5 year കോഴ്സ് ആണ്. 4 years ഓഫ് കോഴ്സ് ആൻഡ് ഹാഫ് ഇയർ ഇന്റേൺഷിപ്പ്. അപ്പൊ അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ 10+2 50% മാർക്ക് എന്ന് പറയുന്നുണ്ട്, സയൻസ് ഓർ മാത്സ്. പക്ഷെ 50% മാർക്സ് എലിജിബിൾ ആവുന്നത് നമ്മൾ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെയാണ് എൻട്രൻസ് വഴി. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ LBS ത്രൂ ആണ് അഡ്മിഷൻ. അപ്പൊ മെറിറ്റ് ബേസിസ് തന്നെയായിരിക്കും അഡ്മിഷൻ. അപ്പൊ LBSൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ നടപടി. അത് കഴിഞ്ഞിട്ട് മെറിറ്റ് വഴി അവര് അലോട്ട് ചെയ്യാം. അപ്പം +2 വിത്ത് സയൻസ് ഒബ്ലിക് മാത്സ് 50% മാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോ ഒരു 12th സ്റ്റുഡന്റിന് മെഡിസിൻ അല്ലെങ്കിൽ ഡെന്റിസ്ട്രി അല്ലെങ്കിൽ നഴ്സിംഗ് കിട്ടിയില്ല, അവർ കുറച്ചൊരു സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആണോ? ഒബ്വിയസ്ലി നല്ല ഓപ്ഷൻ ആണ് സാർ. ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പാരാമെഡിക്കൽ കോഴ്സസിനും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ജോബിന് കയറിയേ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ വി ആർ അഫിലിയേറ്റഡ് ഫ്രം RCA, റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പം ഈ MCAയിൽ നിന്ന് പെർമനന്റ് രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്ന പോലെ ഈ RCAയിൽ നിന്നും ക്വാളിഫൈഡ് പ്രൊഫഷണൽസിന് നമ്പർ കിട്ടും. ആ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അപ്പം നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇവിടെ ഇപ്പൊ എല്ലാ മെഡിക്കൽ കോളേജസിലും പോസ്റ്റുകൾ ഉണ്ട്, എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലും പോസ്റ്റുകൾ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇഷ്ടംപോലെ NGOs ഉണ്ട്, കുറെ പിന്നെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, പിന്നെ കുറെ ഇപ്പൊ ഈ കേരളത്തിൽ നിന്ന് പുറത്ത് കിടക്കുകയാണെങ്കിൽ കുറെ കോമ്പോസിറ്റ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എല്ലായിടത്തും ജോലി സാധ്യതയുണ്ട്. അതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്തായാലും ഇത് ചൂസ് ചെയ്യുന്നതിന് ഒരു തെറ്റുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എല്ലാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇത് ഫൈനാൻഷ്യലി വയബിൾ ആണോ? ഇസ് ഇറ്റ് എ ഗുഡ് ഓപ്ഷൻ? ആക്ച്വലി കോഴ്സ് ചെയ്യാനായിട്ടുള്ള ചെലവെന്ന് പറയുമ്പം ഇപ്പം നമ്മളിപ്പോ പ്യുവർ ഗവൺമെന്റ് ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ ഫീ അത്രയും വരുന്നില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതില് പ്രാക്ടിക്കല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രാക്ടിക്കലില് കുറേ കോസ്റ്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ സ്റ്റുഡൻസിനെയും ഓരോ പ്രോസ്തസിസും ഓർത്തോസിസും ഓരോരുത്തർക്കും ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കണം. അപ്പൊ അത്രയും മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇൻവോൾവ് ചെയ്തത് കൊണ്ട് ഒരു 1,55,000 പെർ ഇയർ ഫീസ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് വേദന നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പോൾ മാഡം പറഞ്ഞു, മാഡം മിക്ക സമയം അറ്റ്ലീസ്റ്റ് ഒരു 20 years നോർത്തിലായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് കോമൺ ഇഞ്ചുറീസ് മാഡം കണ്ടിരിക്കുന്നത് ഫോർ യൂസിങ് പ്രോസ്തെറ്റിക് ലിംബ്? ആക്ച്വലി ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ശ്രീനഗറിൽ വെച്ചിട്ടാണ്. അവിടെ നിന്നാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ആയത്. ആദ്യമായിട്ട് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയത് കോമ്പോസിറ്റ് റീഹാബിലിറ്റേഷൻ സെന്റർ ശ്രീനഗറിലായിരുന്നു. അപ്പം അവിടെ എന്ന് പറയുമ്പോൾ കുറേ സെന്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഒരു മെയിൻ സെന്റർ ആയിരുന്നു, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടല്ലോ. അപ്പം അവിടെ വരുന്ന മാക്സിമം കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാൻഡ് മൈൻസ് വഴി പ്രോബ്ലം, മെയിൻലി ലോവർ എക്സ്ട്രിമിറ്റീസിനും പ്രോബ്ലം ഉള്ളവരായിരുന്നു കൂടുതലായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ബിക്കോസ് ബോർഡർ ഏരിയ ആയതുകൊണ്ട് ഇങ്ങനെ യുദ്ധങ്ങളിലൊക്കെ പെട്ട് അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു കൂടുതലായിട്ട് അവിടെ വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഷിഫ്റ്റ് ചെയ്തത് കാൽക്കട്ട, ഞാൻ പഠിച്ച എൻ്റെ പാരന്റൽ ഓർഗനൈസേഷനിലേക്കായിരുന്നു. അവിടെ ഞാൻ കൂടുതൽ കേസസ് കണ്ടത് ട്രെയിൻ ആക്സിഡൻസ് ആണ്. ബിക്കോസ് ഞങ്ങളുടെ ആ ഏരിയ കുറെ റെയിൽവേ ട്രാക്കിന്റെ ഒക്കെ അടുത്തായതുകൊണ്ട് എപ്പോഴും മാക്സിമം കേസസ് കൂടുതൽ ബൈലാറ്ററൽ ആംബ്യൂട്ടീസ്, അതെല്ലാം ട്രെയിൻ ആക്സിഡൻസും പ്ലസ് സൂയിസൈഡൽ അറ്റംപ്റ്റ് ട്രെയിൻ വഴി അങ്ങനെയുള്ള കേസസ് ആയിരുന്നു. പിന്നെ വേറെ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നത് ഇല്ല എന്നല്ല, പക്ഷെ മാക്സിമം കേസ് ബൈ ഓൾ ദീസ് കോസ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന മാക്സിമം റോഡ് ട്രാഫിക് ആക്സിഡൻസ് ആണ്, ഫോൾ ഫ്രം ഹൈറ്റ്സ് ഉണ്ട്, പിന്നെ ഡയബറ്റിക് കേസ്. അതിൽ പാർഷ്യൽ ഫുട്ട് ആംബിറ്റേഷൻ ഭയങ്കര കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ആംബിറ്റേഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഇവിടെ കമ്പാരിറ്റീവ്ലി എനിക്ക് കുറവാണ് അപ്പർ എക്സ്ട്രിമിറ്റി ആംബിറ്റേഷൻ, ഹാൻഡ് അല്ലെങ്കിൽ ആം ആംബിറ്റേഷൻ ഒക്കെ ഭയങ്കര കുറവായിട്ട് തോന്നി. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കോൺജെനിറ്റൽ ആംബിറ്റീസ്. അത് അവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെ എനിക്ക് 2-3 കോൺജെനിറ്റൽ ആംബിറ്റീസിനെ കിട്ടി. അതും നല്ല ഏജ് ഉള്ളവരായിരുന്നു. കോൺജെനിറ്റൽ ആംബിറ്റീസ് എന്ന് പറയുമ്പോൾ ബൈ ബർത്ത് അവർ അങ്ങനെ ജനിച്ചത്, അങ്ങനെ ഒരു ആംബ്യൂട്ടഡ് ലിംബ് ആയിട്ടാണ് ജനിച്ചത്. ആംബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ പറയില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. വിത്ത് എ പാർട്ട് ഓഫ് ദ ലിംബ് ഈസ് ദർ വിത്ത് ദ ടോസ് ആർ അറ്റാച്ച്ഡ് ഇറ്റ്, അങ്ങനെയൊക്കെ. അപ്പം അവര് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ എവിടെയാ അവർക്ക് കിട്ടാഞ്ഞിട്ട് അവർ ചെന്നൈ, വെല്ലൂര് അവിടെയൊക്കെ പോയിട്ട് പഴയ കൺവെൻഷണൽ ടൈപ്പ് ഓഫ്
പ്രോസ്തസിസ് യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റി. അതെ. അപ്പൊ ഇതൊക്കെയാണ് മാക്സിമം കേസസ് നമുക്ക് കിട്ടിയത് ഇവിടെ അതെ. കാണാൻ പറ്റുന്ന കേസസ്. ഇപ്പോ നോർമലി ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ലാൻഡ് മൈൻ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് ഒരു ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും ഫസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പ്രോസ്തസിസ് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് വരാം. എപ്പോഴാണ് നോർമലി നിങ്ങളുടെ അടുത്താണ് ആ ഒരു ടൈം സോൺ ഫ്രം ദ സർജറി, അവരുടെ മുറിവ് ഉണങ്ങി എത്ര ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക? നമുക്ക് മാസങ്ങളും ദിവസങ്ങളും ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് ദ വൂണ്ട് ഈസ് ഹീൽ അപ്പൊ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവര് വൂണ്ട് ഹീലിംഗ് കഴിഞ്ഞ് വരുന്ന സമയം തൊട്ട് നമ്മളുടെ റിഹാബിലിറ്റേഷൻ ടൈം, മെഡിക്കൽ ടൈം കഴിഞ്ഞു, ഇനി റിഹാബിലിറ്റേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഫേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീ പ്രോസ്തറ്റിക് മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ പ്രോസ്തറ്റിക് മാനേജ്മെന്റ്, പിന്നെ പോസ്റ്റ് പ്രോസ്തറ്റിക് മാനേജ്മെന്റ് ഉണ്ട്. അപ്പം പ്രീ പ്രോസ്തറ്റിക് മാനേജ്മെന്റിൽ മെയിൻലി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൂണ്ട് ഹീലിംഗ് കഴിഞ്ഞല്ലോ, ഇനി ആ സ്റ്റംപ് എന്ന് പറയുമ്പോൾ റെസിഡ്യൂൽ ലിംബ്, നമ്മളുടെ മുറിഞ്ഞു പോയ ഭാഗത്തിന്റെ ബാക്കിയുള്ള ഒരു ഭാഗമില്ലേ, അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം പ്രോസ്തറ്റിക് ഫിറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സാറിന് അറിയാമായിരിക്കും, ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇഡിമാറ്റസ് ആവും അല്ലെ, ഭയങ്കര സ്വെൽഡ് സ്റ്റംപ് ആയിരിക്കും, നീരുണ്ടാവും, പിന്നെ സ്ട്രെങ്ത് പോയിട്ടുണ്ടാവും. ബിക്കോസ് അവർ അത്രയും നാളായിട്ട് ചിലപ്പോൾ ഇഞ്ചുറി കഴിഞ്ഞ് കുറെ നാളായി വൂണ്ട് ഹീലിങ്ങിന് എടുത്തപ്പോൾ ആ സ്ട്രെങ്ത് ഒക്കെ പോയി. അതുമല്ല ഒരു ഫുൾ കാലുള്ളപ്പോൾ ഉള്ള സ്ട്രെങ്ത് മുറിച്ച് കളയുമ്പോൾ ഉള്ള സ്ട്രെങ്ത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവർക്കറിയില്ല. സംടൈംസ് പൊസിഷന്റെ കാരണം കോൺട്രാക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും അഡ്ജസന്റ് ജോയിന്റ്സിൽ. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് എങ്ങനെ എന്നാലാണ് നമുക്ക് ഒരു കംപ്ലീറ്റ് സക്സസ്ഫുൾ പ്രോസ്തറ്റിക് ഫിറ്റ്മെന്റ് പറ്റുള്ളൂ. അപ്പൊ എപ്പോഴാണോ വൂണ്ട് ഹീലിംഗ് വരുന്നത് അപ്പൊ തന്നെ നമ്മൾ നമ്മളുടെ അടുത്തേക്ക് അവരെ വിളിക്കുക അല്ലെങ്കിൽ അവരോട് വരാൻ പറയുകയും ചെയ്യും. അപ്പം നമ്മളിപ്പോ NIPMR പോലെയുള്ള ഒരു ഓർഗനൈസേഷനിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതുപോലുള്ള ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം കാണുന്ന PMR ആണ്, ഫിസിക്കൽ ഡോക്ടർ. അപ്പോൾ അവര് നോക്കിയിട്ടാണ് പറയണ ഇപ്പൊ വൂണ്ട് ഹീലിംഗ് ആയി കുഴപ്പമില്ല, പ്രോസ്തറ്റിക് ഫിറ്റ്മെന്റിന് പോവാം. അപ്പൊ അതിന് മുന്നേ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്? അപ്പൊ അതിന് മുന്നേ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ഉണ്ട്, ഈ സ്റ്റംപ് സ്ട്രെങ്തനിങ്ങും പിന്നെ വോയിഡിമ കൺട്രോളും അതൊക്കെ മാനേജ് ചെയ്യേണ്ടത് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് നിന്നാണ്. അത് പിന്നെ റേഞ്ച് ഓഫ് മോഷൻ ഇൻക്രീസ് അത് ചെയ്യണമെങ്കിൽ കോൺട്രാക്ചർ അത് റിലീസ് ചെയ്യണം, ഇതൊക്കെ ചെയ്യുന്നത് PT മാനേജർ. പക്ഷേ റീഹാബിലിറ്റേഷൻ ഫേസിലേക്ക് വന്നു. അപ്പൊ വൺസ് ഇതെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ അസസ്മെന്റ് ആൻഡ് മെഷർമെന്റ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ, ഇപ്പം ഭയങ്കര നീരൊക്കെ ഉള്ള ഒരു കാലാണെങ്കിൽ നമ്മൾ സോക്കറ്റ് ആണല്ലോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എ പ്രോസസ്, സോക്കറ്റ്. അപ്പോൾ സോക്കറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ വോളിയം കുറയ്ക്കണമെങ്കിൽ സ്റ്റംപ് ബാൻഡേജിങ് ചെയ്യാൻ പറയും ഫിഗർ 8. അപ്പോഴേക്ക് എന്താ ചെയ്യുക, അത് കംപ്രസ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ആ വോളിയം കുറയണേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ നല്ലവണ്ണം അവർ ബാൻഡേജിങ് ചെയ്തില്ല അല്ലെങ്കിൽ കുറച്ച് സ്വെല്ലിങ് ഉണ്ട് ഇപ്പോഴും, അപ്പൊ നമ്മൾ ഒരു സോക്കറ്റ് ആ മെഷർമെന്റിനനുസരിച്ച് ഫിറ്റ് ചെയ്തു. ബിക്കോസ് ആ സോക്കറ്റ് ഉണ്ടാക്കുന്ന കുറച്ച് ഹാർഡ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും അല്ലെ, അപ്പൊ ആ ഒരു കംപ്രഷൻ കൊണ്ട് പെട്ടെന്ന് സ്റ്റംപ് ഷ്രിങ്ക് ആവും. അപ്പൊ എന്ത് പറ്റും, ആ സോക്കറ്റ് ലൂസ് ആവും, സ്റ്റംപിന്റെ മെഷർമെന്റ് മാറി. അപ്പൊ നമുക്ക് ആ സോക്കറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ട്രൈ ചെയ്യും അറ്റ്ലീസ്റ്റ് 1 to 2 months എടുത്തോട്ടെ, പക്ഷെ സ്റ്റംപ് ഫുൾ ആ ഒറിജിനൽ കണ്ടീഷൻ മറ്റേ നമ്മുടെ ലിംബില് നോർമൽ ലിംബിന്റെ സൗണ്ട് ലിംബിന്റെ സെയിം ഇതിൽ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതായത് നമ്മൾ വൂണ്ട് ഹീലിംഗ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നത് പ്രീ പ്രോസ്തറ്റിക് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മൾ ടൈം കളയുന്നില്ല. അപ്പൊ വൺസ് ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അസസ്മെന്റ് ചെയ്തിട്ട് മെഷർമെന്റ് എടുക്കുകയാണ് ചെയ്യുക. ഇപ്പൊ മാഡം പറഞ്ഞ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് പറയാം. ഞാൻ പൂനെയിലാണ് പഠിച്ചത്. എൻ്റെ ഫസ്റ്റ് ഡേ എൻ്റെ കാഷ്വാലിറ്റി പോസ്റ്റിങ്ങിൽ രാത്രി ഒരു 12 മണിക്കാണ് ഞാൻ കാഷ്വാലിറ്റിയിൽ ഇരിക്കുകയാണ്. ബെല്ലടിച്ചു. ഞാൻ നോക്കേണ്ട ഒരു ട്രോളിയിൽ ഒരു 12 വയസ്സുള്ളൊരു കുട്ടി വരാണ്. ഹീസ് റഷ്ഡ് ഇൻ ടു ദ കാഷ്വാലിറ്റി. പിന്നിൽ ഒരു കവറിൽ 2 കാലായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് പേരൻസിൻ്റെ ചോദ്യം ഇത് റീഅറ്റാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. ഈ ഫെൽ ഓഫ് എ ട്രെയിൻ. നൗ ആസ് യു നോ വി കനോട്ട് റീഅറ്റാച്ച് ഇറ്റ്. ആൻഡ് ഞാൻ ഡെയിലി ഡ്രസ് ചെയ്യുന്നു. ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഓരോ ടൈം റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ പോയാൽ ഹി ക്രൈസ് അറ്റ് നൈറ്റ്. ആൾക്ക് ആ ഒരു ഫിയർ. അപ്പോൾ ഇങ്ങനെ ഒരു മെൻ്റൽ ട്രോമ അത് നിങ്ങൾ അഡ്രസ് ചെയ്യോ? ഡു യു ഓൾസോ ഹാവ് ടു കൗൺസിൽ പേഷ്യൻസ് വെൻ ദേ ഹാവ് ടു ടേക്ക് എ പ്രോസ്തസിസ് ലിംബ്? സർ ആക്ച്വലി ഇപ്പം ആ കുട്ടീൻ്റെ ഒരു എക്സാമ്പിൾ സർ എടുത്തു. പക്ഷെ മാക്സിമം കേസസ് ഇപ്പം
നമ്മൾ ആഗ്രഹിച്ചിട്ട് ഇപ്പൊ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അത്രയും ഇതുണ്ടാവില്ല, അതായത് ഒരു അങ്ങനെ. പക്ഷെ ഇപ്പം ബൈ മിസ്റ്റേക്ക് ഇപ്പൊ ഒരു യങ് ആയിട്ടുള്ള ഒരാളാണ് വെച്ചോ, വർക്ക് ചെയ്യാണ് ബൈക്കിൽ, ഇപ്പോഴത്തെ R15 അങ്ങനെയുള്ള ബൈക്കിലൊക്കെ ജേർണി ചെയ്യുന്ന ഒരാൾ, എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് 1 limb അല്ലെങ്കിൽ 2 limbs ആംബ്യൂട്ടഡ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും പുള്ളി കാല് വെക്കണോ വെക്കണ്ടയോ എന്നുള്ളതൊന്നും അയാൾ ഫുള്ളി ഡിപ്രസ്ഡ് ആയിരിക്കും. നമുക്ക് ഓപ്ഷൻ ഒന്നും പറയാൻ പോലും പറ്റില്ല, അത്രയും ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ജനറലി ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത എല്ലാ സ്ഥലത്തും പറഞ്ഞാൽ മൾട്ടി റിഹാബ് ആയിരുന്നു. എന്താ വെച്ചാൽ കോംപ്രഹെൻസീവ് റിഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ആണ്. NIPMRലാണെങ്കിലും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സെന്റർ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഞാൻ 1 വർഷമായിട്ടേ ഉള്ളൂ അവിടെ ജോയിൻ ചെയ്തത്. പക്ഷെ അവിടെ എല്ലാ റിഹാബിലിറ്റേഷൻസും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കേസ് നമ്മളുടെ അടുത്ത് വരികയാണ്, ഇത്തിരിയെങ്കിലും സ്ട്രെസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളുടെ അടുത്ത് അവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവർ കൗൺസിലിംഗ് കൊടുക്കും. അത് കൂടാതെ ഇപ്പൊ നമ്മൾ ഓരോരുത്തരും കൗൺസിലിംഗ് ഓതറൈസ്ഡ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അവർ തന്നെ കൊടുക്കണം. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഒരു വേയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് അവരെ ആ ഒരു സ്റ്റേജിൽ എനിക്ക് വേണം, എനിക്ക് നടക്കണം എന്നുള്ളൊരു സ്റ്റേജ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഓപ്ഷൻസ് പറയുള്ളൂ. ബിക്കോസ് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ അവർ ആ ഒരു മനസ്സോടെ ആയിരിക്കില്ലേ കേൾക്കുന്നത്. അപ്പൊ അവര് എടുക്കുന്ന ഡിസിഷൻ ചിലപ്പം തെറ്റിപ്പോവാം. ബിക്കോസ് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, A to Z ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണം, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ദാറ്റ് ഈസ് ഹിസ് ഡിസിഷൻ ഓൺലി. ഇപ്പൊ നമുക്കറിയാം അതത്ര ശരിയല്ല, ഇതാണ് ശരി, പക്ഷെ അത് നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് എത്തിക്സ്. അപ്പം ആ ഒരു ഡിസിഷൻ അയാൾക്ക് എടുക്കണമെങ്കിൽ ആ ഒരു മെന്റൽ സ്റ്റാറ്റസും കൂടി വേണം. അപ്പൊ നമ്മൾ അതിനുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട്, അതായത് മൾട്ടി റിഹാബ് അപ്രോച്ച് ആണ് അവിടെ നടക്കുന്നത്. അത് വേണം എന്നുള്ളത് തന്നെയാണ് എവിടെയാണ്, അതാണ് പറയുന്നത്. ഇവിടെ നമ്മളുടെ ഇവിടെ പല NGOസിലും പ്രോസ്തറ്റിക് ഫിറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ അതിൽ ഈ തരത്തിലുള്ള ബാക്കി റിഹാബിലിറ്റേഷൻസ് ഇല്ല, ട്രെയിനിങ് ഇല്ല, ഫോളോ അപ്പ് ഇല്ല. അപ്പൊ അതുകൊണ്ടൊക്കെ എന്താ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പ്രോസസ്സസ് അവര് ഡ്രോപ്പ് ചെയ്യും, യൂസേ ചെയ്യില്ല. എന്താ വെച്ചാൽ അവർക്ക് അതിന്റെ ട്രെയിനിങ് കിട്ടിയില്ല, റിഹാബിലിറ്റേഷൻ സപ്പോർട്ട് കിട്ടിയില്ല, അങ്ങനെ കുറെ യൂസ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. So it is a little bit of mix of mental support, rehab specialist in the support and physiotherapy. ഇതെല്ലാം കൂടിയിട്ടാണ് ചെയ്യേണ്ടത് അല്ലെ. ഇപ്പോ പണ്ടോട്ടെ കേൾക്കുന്ന ഒരു പേരാണ് ഈ പ്രോസ്തസിന് വേണ്ടിയിട്ട് ജയ്പൂർ ഫുട്ട് എന്ന് പറഞ്ഞ ഇതാണ്. അതിൻ്റെ ഒരു റിലവൻസ്, സിഗ്നിഫിക്കൻസ് ആൻഡ് ഇനി ഇപ്പോഴും ആൾക്കാർ ജയ്പൂർ ഫുട്ടാണോ യൂസ് ചെയ്യണേ, അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻസ്മെന്റ്സ് എന്താണ്? സർ ആക്ച്വലി ആ സമയത്ത്, അതായത് 70s 80s എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ള ഓപ്ഷനുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ജയ്പൂർ ഫൂട്ടും ഒന്ന് സാച്ച് ഫൂട്ടുമാണ്, സോളിഡ് ആംഗിൾ കുഷൻ ഹീൽ എന്ന് പറയും. അപ്പൊ ഈ ജയ്പൂർ ഫൂട്ടും ജയ്പൂർ പ്രോസ്തസിസും, അപ്പൊ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജയ്പൂർ ഫൂട്ട് എന്ന് പറയുന്നത് അത് റബ്ബർ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. പ്ലസ് അതിലെന്ന് പറയുമ്പം ഫിംഗേഴ്സ് ആയിട്ട്, ടോസ് ആയിട്ട് ഇങ്ങനെ വേറെ വേറെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ബെയർ ഫൂട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ ആദ്യത്തെ കാലത്ത് എന്നൊക്കെ പറയുമ്പം ആൾക്കാര് ഈ പണ്ടൊന്നും ഇങ്ങനെ ഷൂ ഒന്നും അത്ര ജനറൽ ആയിട്ട് യൂസ് ചെയ്യില്ലല്ലോ. അപ്പൊ ചപ്പല്, സാൻഡൽസ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ജയ്പൂർ ഫൂട്ട് ആകുമ്പോൾ നമുക്ക് സ്ലിപ്പേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ബെയർ ഫൂട്ടും യൂസ് ചെയ്യാം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ജയ്പൂർ ഫൂട്ടിന്റെ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഇപ്പൊ നമുക്കൊന്ന് സ്ക്വറ്റിംഗ് പൊസിഷനിൽ ഇരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കുറച്ച് അൺഈവൻ ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഹില്ലി ഏരിയ ഒക്കെ കയറണമെങ്കിലോ അതിന്റെ ഫ്ലെക്സിബിലിറ്റി അലൗ ചെയ്യും. ഈവൻ സാറിന് അറിയായിരിക്കും, സുധാചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഡാൻസർ ഉണ്ട്, ആ മാമും യൂസ് ചെയ്യുന്ന ഈ ജയ്പൂർ ഫൂട്ടുള്ള ആ പ്രോസസ് ആയിരുന്നു. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, അതിലവർ യൂസ് ചെയ്തിരുന്നത് ആദ്യത്തെ കാലത്ത് ഒരു സിംഗിൾ വോൾട്ട് സോക്കറ്റ് ആയിരുന്നു. സോക്കറ്റ് അല്ല, അതൊരു ലോങ് പൈപ്പ് ടൈപ്പ്, ജസ്റ്റ് ആ നമ്മളുടെ സ്റ്റമ്പിനെ ഒന്ന് കവർ ചെയ്തിട്ട് ബാക്കി ലോങ് ആയിട്ടുള്ള ഒരു പൈപ്പ് അത് ഈ ഫൂട്ടിന്റെ കൂടെ, ജയ്പൂർ ഫൂട്ടിന്റെ കൂടെ ഫിക്സ് ചെയ്യുക ചെയ്യാം. അപ്പൊ അതില് ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറെ പ്രഷർ സെൻസിറ്റീവ് ഏരിയ, പ്രഷർ ടോളറൻസ് ഏരിയ, അങ്ങനെ കുറെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും അത്ര അതിൽ വരുന്നില്ല. അപ്പോഴേക്ക് കുറെ നെഗറ്റീവ്സും ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ബിക്കോസ് ആൾക്കാർക്ക് അത് യൂസ് ചെയ്ത് ബെയർ ഫൂട്ട് നടക്കാൻ പറ്റും. ഈവൻ ഈ ചെളിയിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരില്ല അല്ല, അങ്ങനെ ഈ മണ്ണിലൊക്കെ പണിയെടുക്കുന്നവർക്കൊക്കെ അത് ഇട്ടിട്ട് പണിയെടുക്കാൻ പറ്റും. ഉള്ളത് കൊണ്ട് ആൾക്കാർ അത് കൂടുതൽ പ്രിഫർ ചെയ്യായിരുന്നു. അതേസമയത്ത് ഈ സാച്ച് ഫൂട്ട് എന്ന് പറയുമ്പോൾ അത് വുഡൻ ആണ്. അപ്പൊ അതിലും ഫ്ലെക്സിബിലിറ്റി ഒന്നുമില്ല. പ്ലസ് അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഷൂ ടൈപ്പ് അല്ലെങ്കിൽ കെട്ടുന്ന ചെരുപ്പ് പോലെയുള്ളത് വേണം. അങ്ങനെയാണെങ്കിൽ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ബിക്കോസ് അതൊരു റൗണ്ട് ടൈപ്പ് ആയിരിക്കുമല്ലോ. ജയ്പൂർ ഫുഡിൽ എന്ന് പറയുമ്പോൾ ടോസ് ആർ ദെയർ. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ സാച്ച് ഫുട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സോക്കറ്റ് എന്ന് പറയുന്നത് അത് പോളിയസ്റ്റർ റെസിൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട്
പിന്നെ കസ്റ്റമൈസ്ഡ് സോക്കറ്റ്സ് ആയിരിക്കും. അതായത് പേഷ്യൻസിന്റെ മെഷർമെന്റ് എടുത്ത് കസ്റ്റമൈസ് ചെയ്തിട്ട് അങ്ങനെയുള്ള സോക്കറ്റ് ആയിരിക്കും. പക്ഷെ ആ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 98 എന്ന് പറഞ്ഞാൽ എക്സോസ്കെലിറ്റൽ പ്രോസസ് ആണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. എക്സോസ്കെലിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ വെയിറ്റ് ബെയറിംഗ്, ഇപ്പൊ നമ്മളുടെ 2 കാലുകളാണ് ടോട്ടൽ വെയിറ്റ് താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ലിംബ് അല്ലെങ്കിൽ പ്രോസസ്സസ് യൂസ് ചെയ്യുമ്പോൾ ഒരു സൈഡിലെ വെയിറ്റ് ആ പ്രോസസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുക. എക്സോസ്കെലിറ്റൽ എന്ന് പറയുമ്പോൾ സ്കെലിറ്റൻ ഔട്ട് സൈഡ് ആണ്, അതായത് പെരിഫറി ഓഫ് ദ പ്രോസസ്സസ്, അതായത് പ്രോസസ്സിന്റെ പുറത്തൂടെയാണ് ഈ വെയിറ്റ് മൊത്തം താഴോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ പാസ് ഔട്ട് ആവുന്നൊക്കെ സമയത്താണ് പിന്നെ എൻഡോസ്കെലിറ്റലിന്റെ ആ ഒരു ഓപ്ഷൻ വന്നത്. അതിലെന്ന് പറയുമ്പോൾ നമ്മൾ സോക്കറ്റും ഫൂട്ടും തമ്മിലുള്ള കണക്ഷൻ ഈസ് ബൈ മീൻസ് ഓഫ് എ പൈലൻ ട്യൂബ് ഓൺലി. അപ്പം എൻഡോസ്കെലിറ്റൻ ആയി. അപ്പൊ വെയിറ്റ് ട്രാൻസ്ഫർ ഈസ് ത്രൂ ദാറ്റ് പൈപ്പ് ഓർ പൈലൻ. അപ്പൊ ആ കൺസെപ്റ്റ് പിന്നെ ആവുന്നത്. അപ്പൊ അതിലെന്ന് പറയുമ്പോൾ കുറെ ചേഞ്ചസ് ഉണ്ട്. ചേഞ്ചസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സോസ്കെലിറ്റൽ ആവുമ്പം ജയ്പൂർ ഫൂട്ടില് ആ ഒരു പ്ലാസ്റ്റിക് ജസ്റ്റ് മോൾഡ് ചെയ്തിട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പുറത്ത് സാച്ച് ഫുട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ സോക്കറ്റ് ഉണ്ടാക്കണം, സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷാങ്ക് പീസ്, അത് വുഡൻ പീസ് ആണ് വരിക. അത് നമുക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ പേഷ്യൻസ് ഓൺ സൈഡ് മെഷർമെന്റ് വി ഹാവ് ടു റെഡ്യൂസ് ഇറ്റ് ടു ദാറ്റ് ഷേപ്പ് ആൻഡ് മെഷർമെന്റ്. അപ്പോഴേക്ക് ഭയങ്കര ലബോറിയസ് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. എന്നിട്ട് സോക്കറ്റ് അതിൽ അറ്റാച്ച് ചെയ്ത് ദെൻ വി ഡു ദ ഫൈനൽ ലാമിനേഷൻ, അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോഴേക്ക് കുറെ ലബോറിയസ് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. പക്ഷെ ഈ പൈലൻ ട്യൂബ് വന്നപ്പോഴേക്കും സോക്കറ്റ് മാത്രം, സോക്കറ്റിൽ എത്ര ശ്രദ്ധിക്കണോ അത് മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോക്കറ്റും ഈ ഫൂട്ടും തമ്മിൽ കുറച്ച് അലൈൻമെന്റ്സ് ഉണ്ട്, അത് വെച്ച് നമ്മൾ അലൈൻ ചെയ്ത് ട്രെയിനിങ് കൊടുക്കുക ചെയ്യാം. പിന്നെ എക്സോസ്കെലിറ്റലിൽ ഒരു പ്രാവശ്യം ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡിഫിക്കേഷൻ വെരി ഡിഫിക്കൽട്ടാ. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫൈനലൈസ് ചെയ്ത് കൊടുത്തു, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ സ്ക്രൂ ആൻഡ് ഇത് വെച്ചിട്ട് ജസ്റ്റ് ചേഞ്ച് ദ അലൈൻമെന്റ് എന്നിട്ട് ഫൈനലൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറെ അഡ്വാൻസ്മെന്റ് ഉണ്ടായി. അപ്പം ആ കാലത്ത് എല്ലാവരും ജയ്പൂർ ഫുട്ട് തന്നെയായിരുന്നു കൂടുതൽ പ്രിഫർ ചെയ്തിരുന്ന ആ ഒരു കാരണമൊക്കെ കൊണ്ട്. പിന്നെ അന്ന് തൊട്ട് ജയ്പൂർ ഫുട്ട് യൂസ് ചെയ്യുന്നവർ ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട് ബിക്കോസ് ഓഫ് ദാറ്റ് അഡാപ്റ്റബിലിറ്റി. പക്ഷെ ശരിക്കും ഇപ്പൊ അതൊക്കെ ചേഞ്ച് ചെയ്യേണ്ട കാലമായി. ബിക്കോസ് ഭയങ്കരമായിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ് വന്നു, മെറ്റീരിയൽസിലാണെങ്കിലും ടെക്നോളജിയിലാണെങ്കിലും. അപ്പോൾ കുറെ അഡ്വാൻസ്മെന്റ്സ് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പോ ഈ എക്സോസ്കെലിറ്റൻ എൻഡോസ്കെലിറ്റൻ വെച്ച് നോക്കുമ്പോൾ എൻഡോസ്കെലിറ്റൻ കുറച്ചുകൂടിയും ലൈറ്റർ ആണോ? ലൈറ്റർ ആണെന്ന് എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലൈറ്റർ ആണ്. പക്ഷേ നമ്മൾ ഹയർ ലെവൽസിലേക്ക് പോകുമ്പം നീ ജോയിന്റ്സ് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എത്രയും കൂടുതൽ അഡ്വാൻസ്മെന്റ് ആണ്, എത്രയും കൂടുതൽ ഫംഗ്ഷൻ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും വെയിറ്റ് കൂടുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി എക്സോസ്കെലിറ്റൻ ഇപ്പൊ എബോനി പ്രോസസ് എക്സോസ്കെലിറ്റനും എൻഡോസ്കെലിറ്റനും കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറവായിരിക്കും, ഫംഗ്ഷൻസ് കൂടുതലായിരിക്കും. കോസ്മെറ്റിക്കലി അത് ഭയങ്കര നല്ലതായിരിക്കും. കോസ്മെറ്റിക്കലി പെർഫെക്റ്റ് ആയിരിക്കും എൻഡോസ്കെലിറ്റൽ. ബിക്കോസ് വൺസ് വി അറ്റാച്ച് ഓൾ ദീസ് തിങ്സ് ആൻഡ് അലൈൻമെന്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പം നമ്മളൊരു ഫോം കവർ വെച്ചിട്ട് അത് ഫുൾ ആയിട്ട് കവർ ചെയ്യും. അപ്പൊ ആ ഫോം കവർ എന്ന് പറയുമ്പോൾ ടച്ച് ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും, മസിൽസ് പോലെ തന്നെ. പിന്നെ കാണുമ്പോഴാണെങ്കിൽ ആ ഷേപ്പ് ഉണ്ടാവും. അപ്പൊ അത് കോസ്മെറ്റിക്കലി പെർഫെക്റ്റ് ആണ് എൻഡോസ്കെലിറ്റൽ പ്രോസസ്. ഇപ്പോ കുറെ വീഡിയോസ് കാണാം, ആൾക്കാർ ഓടുന്നത്, ചാടുന്നത്, നടക്കുന്നത് വിത്ത് ദീസ് ലിംസ്. പക്ഷെ കണ്ടമാന ആൾക്കാർക്ക് അത് വിശ്വാസമില്ല. സോ ഹൗ നോർമൽ ക്യാൻ എ പേഴ്സൺ ബി വിത്ത് എ പ്രോസ്തെറ്റിക് ലിംബ്? അതിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ കുറെ അഡ്വാൻസസ്മെന്റ് ടെക്നോളജിയിലും മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ആദ്യം യൂസ് ചെയ്തത് പോളിപ്രോപ്പിലിൻ, പോളിയസ്റ്റർ, റെസിനൊക്കെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ഫൈബർ, നിക്കൽ, ടൈറ്റാനിയം അങ്ങനെയുള്ള വെരി ലൈറ്റ് വെയിറ്റ് ആൻഡ് ഡ്യൂറബിൾ സ്ട്രോങ് മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ടെക്നോളജിയിൽ എന്ന് പറയുമ്പോൾ ടെക്നോളജിയിൽ കുറെ, ഇപ്പം ആദ്യം ഞാൻ സാറിനോട് പറഞ്ഞ ജയ്പൂർ ഫുട്ടും സോൾഡ് ആംഗിൾ കുഷനിലും അതിലൊന്നും ശരിക്കും നമ്മൾക്ക് ആംഗിൾ മൾട്ടി ആക്സിസ് ആണ് അല്ലേ, പക്ഷെ അതിലൊരു മൂവ്മെന്റ്സും ഇല്ല, അങ്ങനത്തെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഫൂട്ട് എന്നൊക്കെ പറയുമ്പോൾ മൾട്ടി ആക്സിസ് ഫൂട്ട് അല്ലെങ്കിൽ ഡബിൾ ആക്സിസ് ഫൂട്ട്, അങ്ങനത്തെ ഫൂട്ട്, നീ ജോയിൻ വിത്ത് ഓൾ നോർമൽ നീ മൂവ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ല, ഒരു പേഷ്യന്റ് നമ്മളുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മള് അവരെ അസസ്മെന്റ് ചെയ്യുമ്പം നമ്മളുടെ അസസ്മെന്റ് പ്ലസ് അവരുടെ കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, അതും കൂടെ ചോദിക്കും. അപ്പൊ ചിലപ്പം ചില ആൾക്കാർ നമ്മളോട് പറയുന്നത് എനിക്ക് ഓൺലി ഇൻഡോർ മൊബിലിറ്റി, അതായത് എനിക്ക് എന്റെ വീടിന്റെ ഉള്ളിൽ മാത്രം ഒന്ന് നടന്നാൽ മതി, അതിനുള്ളത് എന്താണോ അത് തന്നാൽ മതി. ചിലർ പറയും എനിക്ക് കമ്മ്യൂണിറ്റി ആംബുലേഷനും കൂടെ വേണം, ചിലർ പറയും എനിക്ക് ബൈക്ക് ഓടിക്കാനുള്ളതാ, കാർ ഡ്രൈവ് ചെയ്യാനുള്ളതാ, ചിലരുടെ നീഡ് എനിക്ക് സ്പോർട്സ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദർ ഡിമാൻഡ്സ് നമ്മുടെ കോമ്പണൻസ് എല്ലാം ചേഞ്ച് ആവുകയാണ്. ബിക്കോസ് ഈ കോമ്പണൻസ് ഒന്നും ഉണ്ടാക്കുന്നത് നമ്മളല്ല, വി ആർ ഓൺലി ഫാബ്രിക്കേറ്റിംഗ് ദാറ്റ് സോക്കറ്റ്. ബാക്കി കോമ്പണൻസ് എല്ലാം ഡിപ്പെൻഡിങ് അപ്പോൺ ദ പേഷ്യൻസ് ഡിമാൻഡ് അല്ലെങ്കിൽ
എന്താണോ ഫങ്ഷണൽ എബിലിറ്റി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുക ചെയ്യാം. അപ്പൊ നോർമലി ഒരു കമ്മ്യൂണിറ്റി ആംബുലേറ്റർ ആണ്, ഒരു നോർമൽ ഓഫീസ് പോകാനും വരാനൊക്കെ ഉള്ളതാണ്, നമ്മൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യും. പക്ഷെ ആരെങ്കിലും പറയണല്ല എനിക്ക് റണ്ണിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ്, മാരത്തോണിൽ പോകാനാണ്, അങ്ങനെ പറയുന്ന ഒരാൾക്ക് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡൊക്കെയാണ് നമ്മൾ കൊടുക്കുക. മെയിൻലി ഇപ്പൊ ലോവർ എക്സ്ട്രിമിറ്റി ആവുമ്പം നമുക്ക് എത്ര ലോവർ ആണോ അത്രയും ഫംഗ്ഷൻ കൂടുതലായിരിക്കും. ഇപ്പം ബിലോനി ആംബ്യൂട്ടി ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇപ്പൊ പറയുന്ന പോലെ ഈ ഫ്ലെക്സ് ഫുട്ട് അല്ലെങ്കിൽ റണ്ണേഴ്സ് ബ്ലേഡ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സസ് വരുന്നുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്താ, ഈ ഫ്ലെക്സ് ഫുട്ട്, റണ്ണേഴ്സ് ബ്ലേഡ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ ഓൾഡ് ഫോം, അതൊരു ഫൂട്ടാണ്. പക്ഷേ ഈ റണ്ണേഴ്സ് ബ്ലേഡ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് മൊത്തത്തിനാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ഫോർ സ്പോർട്സ് ഓൺലി. അപ്പം അതിലെന്തായിരിക്കും പറയുമ്പോൾ ഇപ്പൊ നമ്മളാണെങ്കിലും നടക്കുമ്പോൾ നമ്മുടെ ബോഡി ഇപ്പൊ നമ്മൾ ഹീൽ സ്ട്രൈക്ക് ചെയ്യുമ്പോഴേക്കും വെയിറ്റ് വന്നിട്ട് അവിടെ കംപ്രഷൻ ഉണ്ടാവും, എന്നിട്ട് ടോപ്പ് ചെയ്യുമ്പോഴേക്കും റിലീസ് ആവും, എനർജി റിലീസ് ആവും. ആ ഒരു സെയിം പാറ്റേൺ ആണ് ഈ ബ്ലേഡ് റണ്ണേഴ്സിൽ അല്ലെങ്കിൽ ഫ്ലെക്സ് ഫുട്ടിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് അതിന്റെ ഷേപ്പ് അങ്ങനെയാണ്, ഒരു സി ഷേപ്പ് ആണ്. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മൾ ഹീൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ബോഡി വെയിറ്റ് കൊണ്ട് അത് കംപ്രസ് ആവും. വെനെവർ വി റിലീസ് ദ ബോഡി വെയിറ്റ് ഡ്യൂറിങ് പുഷ് ഓഫ് ആ എനർജി റിലീസ് ആവും. അപ്പൊ അവരുടെ പ്രൊപ്പലിന് വേണ്ടിയിട്ടുള്ള എനർജി അധികം യൂസ് ചെയ്യാതെ സ്പീഡായിട്ട് അവർക്ക് പ്രൊപ്പൽ ചെയ്യാൻ പറ്റും. അപ്പൊ യൂസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാർ, ഈ ബ്ലേഡ് റണ്ണേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ സ്പോർട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ ഒരു കോമൺ ഡൗട്ട്, ഞാൻ ഈ റണ്ണേഴ്സ് കാണുമ്പോൾ ഇപ്പൊ ഈ ഫുട്ട് ബേസിക്കലി ഫിക്സ് ചെയ്യുന്നത്, ഇസ് ഇറ്റ് മോർ ഓഫ് എ സക്ഷനിങ് മെത്തേഡ്, ഇസ് ഇറ്റ് ക്ലിപ്പ്, എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യണേ? അത് ആക്ച്വലി പിന്നെ നമുക്കിപ്പോ സോക്കറ്റിലേക്ക് ഈ ബ്ലേഡില് അത് സോക്കറ്റും സസ്പെൻഷനും ഉണ്ടാവും, സിലിക്കോൺ സസ്പെൻഷനും ഉണ്ടാവും. അതിലേക്ക് നമുക്ക് ഒന്നുകിൽ പോസ്റ്റീരിയർലി അല്ലെങ്കിൽ സെൻട്രലായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പൊ അതിൽ അഡാപ്റ്റേഴ്സ് ഉണ്ടാവും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഴ്സ് ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുക. ജനറലി പോസ്റ്റീരിയർ സൈഡിലാണ് കാണുന്നത്, പക്ഷെ സെൻട്രലിൽ വെച്ച് ഫിക്സ് ചെയ്യുന്ന ഈ ഫ്ലെക്സ് ഫുഡ്സ് അല്ലെങ്കിൽ റണ്ണർ ബ്ലേഡ്സും ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ്. ഈ സസ്പെൻഷൻ അല്ലെങ്കിൽ അതുണ്ടല്ലോ, അത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് നമുക്ക്. ഇപ്പം ഒരു സോക്കറ്റ് ഇപ്പൊ എക്സോസ്കെൽറ്റൻ ഓൾഡ് ആ കൺവെൻഷണൽ ടൈപ്പ് ഓഫ് ഇതിലേക്ക് പോകുമ്പോഴേക്കും എല്ലാം കൺവെൻഷണൽ ആണ്, ബേസിക് മെക്കാനിസം. അപ്പൊ അതിലെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് സോക്കറ്റിന്റെ ഉള്ളിൽ ഒരു ഫോം കവർ ഉണ്ടാക്കും. എന്താ വെച്ചാൽ ഈ സോക്കറ്റ് കുറച്ച് ഹാർഡാണല്ലോ, ഫോം കവർ ഉണ്ടാക്കും, അതിൽ നന്നായിട്ട് ഈസിലി സ്നഗ്ലി ഫിറ്റ് ആവുന്ന പോലെയാണ് ഉണ്ടാക്കുക. എന്നിട്ട് ആ സോക്കറ്റിനെ നമ്മുടെ ബോഡിയിലേക്ക് കണക്ട് ചെയ്യാൻ നേരത്തെ സസ്പെൻഷൻ, ഇപ്പൊ ബെൽറ്റ് ഒക്കെ പാന്റിന് യൂസ് ചെയ്യുന്ന ഒരു സസ്പെൻഷൻ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ബിലോനി ആംബ്യൂട്ടിക്ക് ആണെങ്കിൽ കുറെ പ്രോബ്ലംസ് വരുന്നില്ല, ബിക്കോസ് അവിടെ വേറെ ജോയിന്റ്സ് ഇല്ല, ആംഗിൾ ജോയിന്റ് സ്റ്റിഫ് ആണ്, അപ്പൊ വേറെ പ്രോബ്ലംസ് ഇല്ല. പക്ഷെ മുകളിലേക്ക് വരുമ്പോഴേക്കും ഇപ്പൊ എബോനി ആംബ്യൂട്ടി ആണെങ്കിൽ നമുക്കൊന്ന് സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കണം അല്ലെ. അപ്പം ഈ കൺവെൻഷണൽ പ്രോസസ്സിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി വെനെവർ വി ആർ സ്റ്റാൻഡിങ് വിത്ത് നീ എക്സ്റ്റെൻഡഡ്, കണ്ടിന്യൂസ്ലി വി ഹാവ് ടു അപ്ലൈ എ പോസ്റ്റീരിയർ ഫോഴ്സ് ഓൺ ദ പോസ്റ്റീരിയർ വാൾ ഓഫ് ദ സോക്കറ്റ്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. വെനെവർ വി ലൂസ് ദാറ്റ് സ്ട്രെങ്ത് ബക്കിളാവാം, ഓക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നീ ജോയിന്റ് അത് സ്വന്തമായിട്ട് നമ്മളുടെ മസിൽ ഇലക്ട്രിസിറ്റി എടുത്ത് അല്ലെങ്കിൽ നമ്മളുടെ നെർവിന്റെ ആക്ടിവിറ്റി സെൻസ് ചെയ്തിട്ട് എപ്പോഴാണോ ഫ്ലെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ, അപ്പൊ ഫ്ലെക്സ് ആവും. നടക്കുന്ന സമയത്ത് ഏത് സമയത്താണ് ഇത്രയും ഫ്ലെക്ഷൻ മതിയെങ്കിൽ അത്രയും ഫ്ലെക്സ് ആവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ആംബ്യൂട്ടീസ് ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഡയബറ്റിക് ഫുഡ് അങ്ങനെയുള്ള ആംബ്യൂട്ടീസ് വരുന്നുണ്ട്. അപ്പൊ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റംപ് കണ്ടീഷൻ. ഇപ്പൊ സ്റ്റംപ് ഇപ്പൊ ഡയബറ്റിക് ആംബ്യൂട്ടേഷൻ ആണെങ്കിൽ അവരുടെ സ്കിന്നും അതൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ചെറിയൊരു അബ്രേഷൻ ഉണ്ടായാൽ അത് വൂണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് നമ്മൾ മസ്റ്റ് ആയിട്ടും പറയുന്ന ഈ ഇൻസൈഡിലുള്ള സോഫ്റ്റ് ഇൻസേർട്ട് അത് സിലിക്കോൺ തന്നെ വേണമെന്ന്. അപ്പൊ സിലിക്കോൺ ഇൻസേർട്ട് കൊടുക്കും. അപ്പൊ ചില സമയത്ത് ആ സിലിക്കോൺ കൊണ്ട് തന്നെ നമുക്ക് പിൻ ആൻഡ് ഷട്ടിൽ പിൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ സ്ലീവ് സസ്പെൻഷൻ ഉണ്ട്. അങ്ങനെ ഇപ്പം പണ്ടായിരുന്നു ഇങ്ങനെ ബെൽറ്റ് വെച്ച് കെട്ടി നടക്കുന്നത്. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സസ്പെൻഷൻസ് ആർ ദയർ. ആൻഡ് അറ്റാച്ച്മെന്റിന് അഡാപ്റ്റേഴ്സും പൈലൻ ട്യൂബ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റിന് അഡാപ്റ്റേഴ്സും അതിന്റെ ആംഗിളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറെ അഡ്വാൻസ്മെന്റ്സ്. ഇപ്പോൾ ഇപ്പം മാഡം കണ്ടമാനം ഇപ്പോൾ കാലിന്റെ പറ്റിയും ലോവർ ലിംബ് ഇഞ്ചുറീസ് ആംപ്യൂട്ടേഷനെ പറ്റി പറഞ്ഞു. അതേപോലെയാണ് വെരി കോമൺ ആണ് അപ്പർ ലിംബ് അല്ലെങ്കിൽ കൈയിന്റെ ആംപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഇഞ്ചുറീസ്. അതിൽ എന്താണ് മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസ്? ഇപ്പൊ നമ്മൾ അപ്പർ എക്സ്ട്രിമിറ്റി ആംബ്യൂട്ടേഷൻ എന്ന് പറയുമ്പം ഇതിലിപ്പോ ഞാൻ ഒന്ന് കമ്പയർ ചെയ്യാം കേട്ടോ. ഇപ്പൊ നമുക്ക് ലോവർ എക്സ്ട്രിമിറ്റിയിൽ അത് ആംബ്യൂട്ടേഷൻ ആണെങ്കിലും കോൺജന്റൽ, അതായത് ബൈ ബർത്ത് ആണെങ്കിലും നമുക്ക് ഇല്ലാതാവുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ആണ്. അപ്പൊ അത് വേണം എന്തായാലും, അതില്ലാതെ പറ്റില്ല. നമുക്ക് എന്തായാലും ഇപ്പം വീടിന്റെ ഉള്ളിൽ നമ്മൾ മുട്ടുകുത്തി നടന്നാലും പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നടക്കണം. അപ്പൊ എല്ലാവരും അത് കോൺജന്റൽ ആംബ്യൂട്ടേഷൻ ആണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും ഓപ്റ്റ് ചെയ്യും പ്രോസസ് വേണമെന്ന്. പക്ഷെ അപ്പർ എക്സ്ട്രിമിറ്റി വരുമ്പോഴേക്ക്
കോൺജന്റൽ ആംബ്യൂട്ടേഷൻ ഒക്കെ ആണെങ്കിൽ ആളുകൾ ജനറലി അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. എന്താ വെച്ചാൽ അവരിപ്പം ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും കുറച്ച് സമയമായിട്ടുണ്ടാവും. ആ സമയം ആകുമ്പോഴേക്കും അവർ എന്താണോ അവരുടെ അടുത്ത് ഉള്ളത്, ഇപ്പൊ റിസ്റ്റ് ആംബ്യൂട്ടേഷൻ അല്ലെങ്കിൽ എൽബോ ഡിസാർട്ടിക്കുലേഷൻ ആണ് അല്ലെങ്കിൽ ബി ആംബ്യൂട്ടേഷൻ ആണെങ്കിൽ അത് വെച്ച് നോർമൽ ഒരു ഹാൻഡും വെച്ച് അവർ ഫുള്ളായിട്ട് എല്ലാ വർക്കും ചെയ്യാനായിട്ട് എക്യുപ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം അവർ ഈ കയ്യിലേക്ക് ഒരു പ്രോസസ്സ് വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് അത് വെച്ച് ചെയ്യാനായിട്ട് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. ബിക്കോസ് ഇത് അഡാപ്റ്റേഷന് ടൈം എടുക്കുമല്ലോ, ഇതിൽ അപ്സും ഉണ്ട് ഡൗൺസും ഉണ്ട്. അപ്പൊ ആ ഒരു വെയിറ്റിംഗ് ടൈം, ആ പേഷ്യൻസ് അവർക്ക് ഉണ്ടാവില്ല. ബിക്കോസ് ഇത് എനിക്ക് പറ്റുന്നുണ്ട്, ഇതില്ലാതെ എനിക്ക് ഐ ക്യാൻ ഡൂ ദ വർക്ക്സ്. അപ്പൊ അവരത് റിജക്ട് ചെയ്യും കോൺജന്റൽ ആംബ്യൂട്ടി ആണെങ്കിൽ. പക്ഷെ അതേസമയം ഒരു ഇടയ്ക്ക് ഒരു ആംബ്യൂട്ടേഷൻ എന്തെങ്കിലും കാരണം കൊണ്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവര് പ്രോസസ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂക്കൻബർഗ് ആംബ്യൂട്ടേഷൻ. അതിൽ ഈ റേഡിയസ് ആൻഡ് അൾന രണ്ടായിട്ട് ഡിവൈഡ്, ഇപ്പൊ റിസ്റ്റ് ആർട്ടിക്കുലേഷൻ ആയിരിക്കും. അപ്പൊ ഈ റേഡിയസ് ആൻഡ് അൾന രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പിൻസർ ടൈപ്പ് ഗ്രാസ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെങ്ങനെ ഉണ്ടാവും? അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ഹോൾഡ് വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അത് വെച്ചും അക്കസ്റ്റംഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ അപ്രോക്സിമിറ്റിയിലേക്ക് വരുമ്പോഴേക്കും അവിടെ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫിംഗർ ഷോൾഡർ ഡിസാർട്ടിക്കുലേഷൻ വരെ ഈവൻ 4 ക്വാർട്ടർ ആംബ്യൂട്ടേഷൻ വരെ ആവാറുണ്ട്. അപ്പോഴേക്ക് എത്ര ഹയർ ലെവൽ ആവുന്നു അത്രയും ഫങ്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ഇപ്പൊ നമ്മൾക്ക് എന്ത് ഫങ്ഷൻ വേണമെങ്കിലും കുറച്ചെങ്കിലും നമ്മളുടെ മസിൽ പവർ, ഇപ്പം മയോ ഇലക്ട്രിക് ഹാൻഡ്സ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ആ മയോ ഇലക്ട്രിസിറ്റി ആ സെൻസേഴ്സിന് കിട്ടണമെങ്കിൽ മസിൽ ആക്റ്റീവ് ആവണം, എന്നാലാണ് ഇലക്ട്രിസിറ്റി വരുള്ളൂ. അപ്പോഴേക്കും എത്രയും ഹയർ ആവുന്നു അത്രയും പ്രോബ്ലമാറ്റിക് ആയിരിക്കും ഫിറ്റ്മെന്റും അവരുടെ യൂസേജും. അപ്പം ജനറലി ഇപ്പം ബിലോ എൽബോ ആണെങ്കിൽ ഈവൻ അബോ എൽബോ കേസസിലൊക്കെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ് കൊടുക്കാം. ചിലർ പറയുന്നത് ഇപ്പം നമ്മളുടെ അടുത്ത് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് NIPMRൽ വന്നിട്ടുള്ള കോൺജന്റൽ ആംബ്യൂട്ടി ആണ്, എൽബോ ഡിസാർട്ടിക്കുലേഷൻ. ഇത്രയും നാളും ആ കുട്ടി ആ കൈ വെച്ച് BSc എന്തോ ചെയ്യാണ്, പക്ഷെ ഇപ്പം എൻഗേജ്മെന്റ് ആണ്. അപ്പൊ എനിക്ക് കോസ്മെറ്റിക്കലി ഒന്ന് നൈസായിട്ട് കാണണം, അതുകൊണ്ട് വേണ്ടി മാത്രം എനിക്കൊരു പ്രോസസ്സ് വേണം. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് കൊടുക്കാം. ഇപ്പം മെക്കാനിക്കൽ വേണോ അതോ വർക്ക് ചെയ്യേണ്ട ഫങ്ഷണൽ വേണോ, പാസീവ് മതിയോ? അപ്പൊ ഈ പാസീവ് ഒക്കെ കൊടുക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ നടക്കുമ്പോഴൊക്കെ അത് നോർമലായിട്ട് ഇങ്ങനെ നമ്മുടെ സൈഡിൽ ഉണ്ടാവും മറ്റേ കൈ പോലെ. പക്ഷെ വെനവർ വി സിറ്റ്, ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പം ഈ കൈ ഇങ്ങനെ കിടക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഈ കൈ കൊണ്ടെടുത്ത് ഇതിനെ ഇങ്ങനെ വെക്കേണ്ടി വരും. അതായത് മാനുവലി വി ഹാവ് ടു റീപൊസിഷൻ ഇറ്റ്. അപ്പം അത് കഴിഞ്ഞിപ്പോ ഇപ്പൊ നമ്മളുടെ ഫിംഗേഴ്സ് ഒക്കെ ആംബ്യൂട്ടേഷൻ ആവുന്ന കുറെ കേസ് വരുന്നു. അതിനിപ്പോ നമുക്ക് സിലിക്കോൺ കോസ്മെറ്റിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇതും ഒരു പ്രോസത്തറ്റിക് അപ്രോച്ച് തന്നെയാണ്. പക്ഷെ ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിക്കോൺ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നിയർ നോർമൽ അപ്പിയറൻസ്, എന്റെ കളറിന് മാച്ച് ചെയ്യുന്ന, എന്റെ സ്കിൻ ടെക്സ്ചേഴ്സിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഫിംഗേഴ്സ് യൂസിങ് സിലിക്കൺസ് അവരുണ്ടാക്കും. പക്ഷെ അതിലെന്താ ഒരു പ്രശ്നമുള്ളത് ഇപ്പൊ ഒരു ഫിംഗർ ഉണ്ടാക്കണമെങ്കിൽ അതിലൊരു ഫങ്ഷണൽ പൊസിഷനിലായിരിക്കും അവരുണ്ടാക്കുക. നമ്മൾ ജനറലി നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല കൈ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. അപ്പൊ ഈ ഒരു പൊസിഷനിലായിരിക്കും ഫിംഗർ. അപ്പൊ ബാക്കിയെല്ലാം ഫിംഗർ നമ്മളിങ്ങനെ മടക്കുമ്പം ഈ ഫിംഗർ മടക്കാൻ പറ്റില്ല, ബിക്കോസ് ഇത് മാത്രമാണ്. അപ്പൊ ഇത് മടക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ അതർ ദാൻ കോസ്മെറ്റിക് റെസ്ട്രിക്ഷൻ അല്ല, ഇപ്പം പാർഷ്യൽ ഹാൻഡ് ആണ് അല്ലെങ്കിൽ റിസ്റ്റ് ആർട്ടിക്കുലേഷൻ ബിലോ LB ആണെങ്കിൽ അതിൽ നമ്മളിപ്പം മയോ ഇലക്ട്രിക് അല്ലെങ്കിൽ ബയോണിക് ഹാൻഡ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ മയോ ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ അതിൽ മസിൽ ഇലക്ട്രിസിറ്റി ആദ്യം കൺവെൻഷണൽ പ്രോസസ്സസ് ആയിരുന്നപ്പം ഈ കൈ ഇപ്പൊ നമുക്ക് മെയിൻലി ഈ ഹാൻഡിന്റെ ഓപ്ഷൻ രണ്ടെണ്ണമാണ് ഉണ്ടായിരുന്നത് പണ്ട്. ഒന്ന് ഹുക്കും ഒന്ന് ഹാൻഡ്. ഇപ്പൊ ഹുക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പൊ നമുക്ക് ഈ ആക്ടിവിറ്റീസും മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷെ ഹാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ 3 ജോ ചക്ക് മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഇത് വെച്ച് ഹോൾഡ് ചെയ്യാൻ ഈ 2 വിരൽ ഇങ്ങനെയായിരിക്കും, ഇത് പക്ഷെ അടുത്ത് വരും. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമുക്ക് വി യൂസ് ആർ മസിൽ പവർ. അത് വെച്ചിട്ട് നമ്മളുടെ ഗ്ലീനിഹമറൽ ഫ്ലെക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ചെയ്യുക. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയിട്ട് മസിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബയോണിക് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ്, അതിലിപ്പോ നമ്മള് ആ ഫ്ലിക്കർ ഓഫ് ദി മൂവ്മെന്റിൽ സെൻസർ കൊണ്ട് ഇത് തുറക്കും, വി ക്യാൻ ഹോൾഡ് ദ തിങ്സ്. പിന്നെ നെക്സ്റ്റ് ഫ്ലിക്കർ ഓഫ് ദ അതർ മസിൽ അത് ക്ലോസ് ചെയ്യും. അപ്പൊ ഇനി എപ്പോഴാണോ ഈ നെക്സ്റ്റ് ഫ്ലിക്കർ വരുന്നത് അതുവരെ വി ക്യാൻ ഹോൾഡ് ഇറ്റ്. പിന്നെ ബയോണിക് എന്നൊക്കെ പറയുമ്പോഴേക്കും ബയോ ഫീഡ്ബാക്കും കൂടി ഉണ്ട്. അതായത് ഇപ്പൊ എത്ര നല്ല മയോ ഇലക്ട്രിക് പ്രോസസ് ഒക്കെ ആണെങ്കിലും നമ്മളിപ്പോ ഹലോ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കൈ കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ നോട്ട് ഫീൽ ദാറ്റ് വൺ. ബട്ട് ഇൻ ബയോണിക് കേസസ് വി ക്യാൻ ഫീൽ ദാറ്റ് ടച്ച് ഓൾസോ. അങ്ങനെയുള്ള ടച്ച്, പ്രഷർ, ടെമ്പറേച്ചർ ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന പ്രോസസ് ഉണ്ട്. പക്ഷെ എത്രയും അഡ്വാൻസ്മെന്റ് ആണോ ഹൈടെക് ആണോ അത്രയും പ്രൈസ് കൂടുതലായിരിക്കും അതിന്റെ. അതപ്പോ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ബേസിക്കലി എല്ലാം പ്രോസ്തറ്റിക് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ട യൂസസ് ഒക്കെ മനസ്സിലായി. അപ്പൊ ഇതിന്റെ കൂടെ ഏതൊരു
ഗുണങ്ങളുടെ കൂടെ ദർ ഇസ് ഓൾവേസ് സെറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസ് വിച്ച് ഓൾസോ കം അലോങ് വിത്ത് ഇറ്റ്. അപ്പോൾ ഈ ഒരു പ്രോസ്തസിസ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഒരു പേഷ്യൻ്റ് എക്സ്പെക്ട് ചെയ്യാം? കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് സ്റ്റേജിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഒരു ഇനീഷ്യൽ ലെവലിൽ എന്ന് പറയുമ്പോൾ മെയിൻ കോംപ്ലിക്കേഷൻ വരുന്നത് പറഞ്ഞാൽ ഫിറ്റ്മെന്റിലാണ് വരുന്നത്. ഫിറ്റ്മെന്റിൽ വരിക എന്ന് പറയുമ്പോൾ ഇപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ പ്രോസസ് ഈസ് സോക്കറ്റ്. സോക്കറ്റ് ഫിറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ സക്സസ് ആയി. അപ്പം ബിക്കോസ് നമ്മൾ ഈ സോക്കറ്റ് ഫിറ്റ് ചെയ്യുമ്പം കുറച്ച് പ്രഷർ സെൻസിറ്റീവ് ഏരിയാസ്, പ്രഷർ ടോളറൻസ് ഏരിയ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പം അവിടെ ഇത്തിരിയെങ്കിലും ഒരു മൈന്യൂട്ട് വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ പ്രഷർ ടോളറൻസ് ഏരിയ എന്ന സെൻസിറ്റീവ് ഏരിയയിലേക്ക് മാറും. അപ്പൊ ചെറിയ അബ്രേഷൻസ് വരാം. അപ്പോൾ അത് സോക്കറ്റ് ഫിറ്റിനെ മൊത്തമായിട്ട് ബാധിക്കും. അപ്പം കംഫർട്ട് ഇല്ലെങ്കിൽ അയാൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒബ്വിയസ്ലി നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതാണ് ഫിറ്റ്മെന്റിലൊക്കെ വരുന്ന സോക്കറ്റ് ഫിറ്റിന്റെ പ്രോബ്ലംസ് ആണ് ഏറ്റവും ആദ്യം വരുന്ന കോംപ്ലിക്കേഷൻ. പിന്നെ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഫാൻഡം പെയിൻ ഉണ്ടാവും, ഫാൻഡം ലിം സെൻസേഷൻ ഉണ്ടാവും. ദാറ്റ് ഇസ് ഓക്കെ ഫോർ പ്രോസ്തറ്റിക് ഫിറ്റ്മെന്റ്, ബിക്കോസ് അവർക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ട്, എനിക്ക് അവിടെ ഉണ്ട് ലിംബ് എന്നുണ്ടെങ്കിൽ അത് ഈസി ആയിരിക്കും വാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി. ബട്ട് ഫാൻഡം പെയിൻ എന്ന് പറയുമ്പോഴേക്കും അവരെപ്പോഴും ആ ഒരു പെയിൻ കംപ്ലൈന്റ് ചെയ്യും. അതായത് ഇപ്പം ബിലോനിയ ആംപ്യൂട്ടേഷൻ ആണ്, ടോസ് ആർ നോട്ട് ദെയർ ബട്ട് ദ വിൽ കംപ്ലൈൻ പെയിൻ അറ്റ് ദ ആങ്കിൾ ജോയിന്റ് അല്ലെങ്കിൽ ടോസ് അങ്ങനെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പം അത് അവരുടെ ഒരു സെൻസേഷൻ ആണ്, ഒരു ഫോൾ സെൻസേഷൻ ആണ്. അപ്പം അത് മാറ്റണമെങ്കിൽ നമുക്കിപ്പോൾ കൗൺസിലിംഗ് അങ്ങനെയൊക്കെ ചെയ്ത് അത് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഇപ്പം കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചിലപ്പം ഇപ്പോൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഫുൾ ടൈം, ഇപ്പോൾ ലോട്ടറി വിൽക്കുന്നവരാണെങ്കിലും ഫുൾ ടൈം യൂസ് ചെയ്യണം. നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ വെൻ യു യൂസ് വെയർ അല്ലെങ്കിൽ ഓഫ് എടുക്കും, അല്ലെങ്കിൽ അത് മാറ്റുമ്പോൾ ഊരുമ്പം ഡോണിങ് ആൻഡ് ഡോഫിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ സ്റ്റംപ് റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ നല്ലോണം ഇൻസ്പെക്ട് ചെയ്യണം. സ്റ്റംപിൽ എന്തെങ്കിലും ചെറിയൊരു അബ്രേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ നമ്മൾ കാര്യമായിട്ട് നോക്കണം. പിന്നെ എന്നും വൈകുന്നേരം ഊരി കഴിഞ്ഞിട്ട് നല്ലോണം വാഷ് ചെയ്ത് വാം വാട്ടറിൽ വാഷ് ചെയ്ത് എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഇപ്പം ഓയിലോ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. ബിക്കോസ് ഇത് ഈ ഫുൾ ടൈം നമ്മൾ സോക്കറ്റിന്റെ ഉള്ളിൽ ഈ സ്റ്റംപ് ഇരിക്കാന്ന് പറയുമ്പോൾ അതിന് എയർ സർക്കുലേഷൻ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു കംപ്രഷൻ കാരണം അവിടെ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോഗ് ഇയേഴ്സ് ഉള്ള ലിംസ്, ചെറുതായിട്ടുള്ള ഔട്ട് ഗ്രോത്ത്സ് ഉള്ള അല്ലെങ്കിൽ ആദ്യം തൊട്ട് ഡ്രൈ ആയിട്ടുള്ള സ്റ്റംപുകളൊക്കെ എന്ന് പറയുമ്പോൾ ഇവരിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം വന്നു കുളിച്ചു ശ്രദ്ധിച്ചില്ല കിടന്നു അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്തിട്ട് അങ്ങനെയുള്ളവരത് വരുമ്പോഴേക്കും ചിലപ്പം എൻഡ് ഓഫ് ദ സ്റ്റംപിൽ നിന്ന് ചെറുതായിട്ട് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം, വൂണ്ട് ആവാം, പിന്നെ ഗാംഗ്രീൻ പോലത്തെ തിങ്സ് ആവാം. അപ്പൊ അവരത് അൾസേഴ്സ് വരാം. അപ്പം ഇപ്പൊ നോർമൽ കേസസിലാണെങ്കിൽ ഓക്കെ അവർക്ക് അത് പെയിൻ ആവുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇൻ കേസ് ഓഫ് ഡയബറ്റിക് ആംപ്യൂട്ടിക് ആകുമ്പോൾ അവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോഴേക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയി തരാം. അപ്പൊ നമ്മൾ അവരോട് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്നും ബിഫോർ ആൻഡ് ആഫ്റ്റർ വെയറിംഗ് ദ പ്രോസ്തസിസ് സ്റ്റംപിന്റെ ഫുള്ളായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്തിരിക്കണം. ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഫോൾഡിങ്സിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം പ്രൊജക്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് വെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ഡ്രൈ ആക്കി എന്തെങ്കിലും ഓയിൽ അല്ലെങ്കിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കണം. പിന്നെ എല്ലാ ദിവസവും ഇൻസ്പെക്ട് ചെയ്യണം. ഇൻ കേസ് ഓഫ് മൈന്യൂട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ റെഡിഷ്നെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടറെ അല്ലെങ്കിൽ ഞങ്ങളെ തന്നെ വന്ന് കാണാനായിട്ട് നമ്മൾ പറയാറുണ്ട്. ഇതിനങ്ങനെ ഒരു പുതിയൊരു പ്രോസ്തസിസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ഒരു മന്ത്ലി വീക്ക്ലി ഫോളോ അപ്പ് ഉണ്ടോ? ഉണ്ടാവും. ആക്ച്വലി നമ്മൾ ഒരു പ്രോസസ്സ് ഫിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ അതൊരു ലോങ് പ്രോസസ് ആണ്. ആദ്യം നമ്മൾ അസസ്മെന്റ് ചെയ്യും. അയാൾ അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അസസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിക്കും. അപ്പൊ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് പ്ലസ് അവരുടെ ഒരു ഫൈനാൻഷ്യൽ ലിമിറ്റും ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ കമ്പണൻസ് പറയുന്നത്. അപ്പൊ അവർ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ട്രയൽ സോക്കറ്റ് ഉണ്ടാക്കും. ട്രയലിന് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ ആ സോക്കറ്റ് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് അവരെ സ്റ്റാൻഡിങ് ബാലൻസ്, വാക്കിങ്, പിന്നെ പാരലൽ ബാരലാണ് ആദ്യം നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. ഗേറ്റ് ട്രെയിനിങ് 2 കൈ കൊണ്ടും പിടിച്ച് നടക്കണം, പിന്നെ 1 കൈ കൊണ്ട് മാത്രം പിടിച്ച് നടക്കണം. അങ്ങനെ ചെയ്യും. അതൊന്ന് അവരവിടെ സെറ്റിലായി കഴിഞ്ഞാൽ അവർ പിടിക്കാതെ നടക്കാം. ചിലപ്പോൾ ഒരു കെയിൻ ഒരു സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് നടക്കും. പിന്നെ പിടിക്കാതെ നോർമലി ഇങ്ങനെയുള്ള സോഫ്റ്റ് ഈവൻ സർഫസസിൽ അവർ പിടിക്കാതെ നടക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അൺഈവൻ സർഫസസിൽ കുറച്ച് ട്രെയിനിങ് കൊടുക്കും. കുറച്ച് കല്ലുകൾ പോലെ ഉണ്ട്, പിന്നെ ഇൻക്ലൈൻഡ് റാമ്പ് ഒക്കെ കയറാൻ, പിന്നെ സ്റ്റെയർ ക്ലൈംബിങ് ചെയ്യുമ്പോഴും ബിക്കോസ് പലർക്കും ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ട് അവർക്ക് സ്റ്റെയർ ക്ലൈംബിങ് പറ്റാറില്ല. ബിക്കോസ് നമ്മൾ കുറച്ച് ടിപ്സ് ഒക്കെ ഇങ്ങനെ കൊടുക്കും. അതായത് നമ്മൾ എപ്പോഴും മുകളിലോട്ട് സ്റ്റെപ്പ് കയറുമ്പം ഗുഡ് ലക്ക് ടു ഹെവൻ എന്ന് പറയുന്ന പോലെ ഗുഡ് ലക്ക് വെച്ച് കയറണം, ബാഡ് ലക്ക് ടു ഹെല്ലാണ്. അപ്പൊ താഴോട്ട് ഇറങ്ങുമ്പോൾ എപ്പോഴും ഏതാണോ പ്രോസസ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് അഡ്വൈസ് കൊടുക്കും. അങ്ങനെ നമ്മൾ 1-2 പ്രാവശ്യം ട്രെയിനിങ് കൊടുത്തിട്ട്
ആണ് ഫൈനൽ ചെയ്യുന്നത്. അതിലെല്ലാം അവർ ഫിറ്റ് ആണെങ്കിലാണ് നമ്മൾ ഫൈനൽ ഓഫ് ദാറ്റ് പ്രോസസ്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് നമ്മൾ അവരുടെ ചെക്കൗട്ട് നടത്തും. അതായത് ഇപ്പം ഫൈനൽ അവർ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും സ്റ്റാൻഡൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, എവിടെയും എന്തെങ്കിലും പ്രഷറോ എന്തെങ്കിലും വരുന്നുണ്ടോ അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ അവർ വിടുന്നത്. വിട്ട് കഴിഞ്ഞാൽ ആദ്യം, അതായത് ഇനീഷ്യൽ ഫേസിൽ നമ്മൾ പറയും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാം, അല്ലെങ്കിൽ ഒരു 1 month കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണിക്കണം എന്ന് പറയും. ഇപ്പോൾ പ്രോസ്തസിസ് അല്ലെങ്കിൽ ബയോണിക് ലിം, മയോഇലക്ട്രിക് ലിം, ഇതൊക്കെ വലിയ പേരുകളാണ്. അതിൻ്റെ കൂടെ കംസ് ആഡഡ് കോസ്റ്റ്. പക്ഷെ ഇപ്പോൾ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണ്. കണ്ടമാനം ആൾക്കാർ ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാരുണ്ട്. അവർക്കാണ് കൂടുതൽ ഇങ്ങനത്തെ ട്രോമാറ്റിക് ഇഞ്ചുറീസും വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഓഫ് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പ്രോസ്തറ്റിക് ലിംബ് കിട്ടാൻ ഗവൺമെന്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും സ്കീംസ് ഉണ്ടോ? ഇതിപ്പം നമുക്കിപ്പം നോർമലി പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ബേസിക് പ്രോസ്തസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് 15 to 50 ആണ് നമ്മൾ വെക്കുന്ന ഒരു റേഞ്ച് പ്രൈസിൽ. അതേസമയത്ത് ഒരു അഡ്വാൻസ് ടെക്നോളജി ആകുമ്പോഴേക്കും ഒരു 75,000 to പിന്നെ ലാക്സിലാണ് വരുന്നത്. അത് അപ് ടു എത്രയാവും അക്കോർഡിംഗ് ടു ദ ഏത് ടൈപ്പ് ഓഫ് കോമ്പണൻസ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിനിപ്പം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ആരോഗ്യ നിധി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് സ്കീം. അതിൽ എന്ന് പറഞ്ഞാൽ 15,000 ആണ് ഒരാൾക്ക് കിട്ടുന്നത്, ഒരു പ്രോസസ്സിന് വേണ്ടി കിട്ടുന്നത്. അതെന്ന് പറഞ്ഞാൽ വെരി ബേസിക്കിന് പോലും ഉള്ള ഒരു കോസ്റ്റ് ആയിട്ട് വരുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റംസ് അവരും പാർഷ്യലി കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എഡിപ് സ്കീം, സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു എഡിപ് സ്കീം ഉണ്ട്, അസിസ്റ്റൻസ് ടു ഡിസേബിൾഡ് പീപ്പിൾ. അതിലെന്ന് പറഞ്ഞാൽ ഒരു മന്ത്ലി ഇൻകം 30,000 ഉള്ളിലാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഏത് ഡിവൈസും അത് വൺസ് ഇൻ എ 3 year അത് അവർക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ലൈക്ക് എലിംകോ, ആർട്ടിഫിഷ്യൽ ലിംബ് മാനുഫാക്ചറിങ് സെന്റർ, അവര് ക്യാമ്പുകൾ നടത്തി ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് കൊടുക്കാറുണ്ട്. അത് കൂടാതെ ഇപ്പോൾ നമ്മളുടെ ഇവിടെയുള്ള മെഡിക്കൽ കോളേജ്, ചില മെഡിക്കൽ കോളേജസുകളൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ക്യാമ്പുകൾ നടത്താറുണ്ട്. പിന്നെ ഇപ്പം NIPMR ആണെങ്കിൽ അവര് ഈ പഞ്ചായത്ത്, ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനോട് കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ക്യാമ്പുകൾ നടത്താറുണ്ട്. അപ്പം അതിന്റെ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ NIPMRന് ഡയറക്റ്റ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ഉണ്ട് ഗവൺമെന്റ് എന്നല്ലേ. അപ്പൊ ഇവര് സപ്ലൈ ചെയ്യുന്നത് ത്രൂ പഞ്ചായത്ത് വഴിയായിരിക്കും. അപ്പം ഇതിന്റെ കോസ്റ്റ് കൊടുക്കുന്നത്, പ്രൈസ് കൊടുക്കുന്നത് പഞ്ചായത്തായിരിക്കും NIPMRന്. പേഷ്യൻസിന് അത് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ അസസ്മെന്റ് ചെയ്ത് ഡിപ്പെൻഡിങ് അപ്പോൾ അവരുടെ നീഡ്, അപ്പൊ ചിലർക്ക് ഭയങ്കര കോസ്റ്റ് ആയിട്ട് കൊടുക്കും, ചിലർക്ക് ചെറുത് മതിയായിരിക്കും, ചെറിയ കോസ്റ്റിൽ മതിയായിരിക്കും. പക്ഷെ അപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോറോർലെസ് ഒരു ഭയങ്കര ബേസിക്കും ഭയങ്കര ഹൈടെക്കും കൊടുക്കാതെ ഒരു ആവറേജ് സ്കീമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് പേഷ്യൻസിനെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പേഷ്യൻസിന് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇതിന് വല്ല രജിസ്ട്രി ഉണ്ടോ? ഇപ്പോൾ സാധാരണ ഒരാൾ ക്യാമ്പിന് പോവാന്ന് വിചാരിക്കുക, ജനറലി ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ക്വാളിറ്റി കുറച്ച് മോശമായിരിക്കും, തട്ടിമുട്ടി എന്തെങ്കിലും ഒരു സാധനം. ക്യാൻ വി അഷ്യൂർ ഗുഡ് ക്വാളിറ്റി പ്രോസ്തസിസ്? ഡെഫിനറ്റ്ലി. ആക്ച്വലി NIPMR നടത്തുന്ന ക്യാമ്പ്സിൽ അത് എന്തായാലും അഷ്വർ ചെയ്യാൻ പറ്റും. ബിക്കോസ് NIPMR ഓൺലി തൃശ്ശൂർ അല്ല നടത്തുന്നത്, അത് ഓൾ ഓവർ കേരള. ഈവൻ കാസർഗോഡ് പോലെയുള്ള സ്ഥലത്ത് പോയിട്ട് പ്രോസസ്സിന് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പോൾ ഓർത്തോസിസ് ആണെങ്കിലും തെറാപ്പീസ് ആണെങ്കിലും എല്ലാം ക്യാമ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് NIPMR. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് വഴിയാണല്ലോ ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും. അപ്പൊ ആ പഞ്ചായത്തിലുള്ള ആൾക്കാര് ആ പഞ്ചായത്തിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടി വരിക. അപ്പൊ പഞ്ചായത്തുകാരാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് പറയുന്നത്. അപ്പൊ ഇവർ രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു തീയതി നിശ്ചയിക്കും. ആ തീയതിക്ക് പോയിട്ട് നമ്മൾ അസസ്മെന്റ് ആൻഡ് മെഷർമെന്റ് ക്യാമ്പ് ചെയ്യുകയും ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര പേഷ്യൻസ് കിട്ടുന്നുണ്ട്, അപ്പൊ അന്ന് നമ്മൾ ഓൺലി പ്രോസ്തറ്റിക്സിന് വേണ്ടിയിട്ട് മാത്രമല്ല, സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെയും അസസ്മെന്റ് ഉണ്ടാവും, ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള അസസ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എത്ര പേഷ്യൻസിന്റെ അസസ്മെന്റ് ചെയ്തോ, അവരുടെ എന്തൊക്കെയാണോ മെഷർമെന്റ് എടുത്തത്, അതിനനുസരിച്ച് ഒരു കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ പഞ്ചായത്തിന് കൊടുക്കുക ചെയ്യാം. അപ്പൊ അവരത് ഓക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പേഷ്യൻസിനെ വിളിച്ച് സ്റ്റാർട്ട് ചെയ്യാണ് പ്രൊസീജിയേഴ്സ്. അപ്പം അത് ക്യാമ്പിൽ കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല. അപ്പം അടുത്തുള്ള പഞ്ചായത്തുകൾ അടുത്തുള്ളതാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ട്രയലിന് വിളിക്കുകയും ചെയ്യും അവിടെ, എന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല ഇപ്പൊ ദൂരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ അതിപ്പോ ഇൻ കേസ് ഓഫ് പ്രോസ്തസിസ് അവർ റെഡിയാണ്, ഇവിടെ വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും റെഡിയാണ്, ക്യാമ്പ് ത്രൂ ആണ്. പക്ഷെ
പ്രോസസ്സിന് വേണ്ടിയിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ തയ്യാറാണ്. അപ്പം ബാക്കിയുള്ള അസിസ്റ്റീവ് ഡിവൈസസ്, ഇപ്പൊ വാക്കറാണ്, വീൽ ചെയർ ആണ്, അതൊക്കെ അവിടെ കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ ഇവർക്കും അവിടെ നിന്ന് കിട്ടും. പക്ഷെ അതിനു മുമ്പ് 1-2 പ്രാവശ്യം ഇവർ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ വരാൻ തയ്യാറാണ്. അപ്പൊ ആ ക്വാളിറ്റി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഇപ്പോ യു ഹാവ് ഗിവൻ us എ വെരി ഗുഡ് ആൻഡ് ബ്രോഡ് ഐഡിയ. ഈ ഒരു ബ്രാഞ്ചിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ്സ് എന്തൊക്കെ ആയിരിക്കും? ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ് എന്ന് പറയുമ്പം അത് മെറ്റീരിയലിലുണ്ട്, ടെക്നോളജിയിലുണ്ട്. പിന്നെ അപ്പോൾ മെറ്റീരിയൽസിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, പണ്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹൈ വെയിറ്റ്, പിന്നെ ഡ്യൂറബിലിറ്റി ഉണ്ടാവില്ല, ഇടയ്ക്ക് ബ്രേക്ക് ആവും, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതിന് പകരം ലൈറ്റ് വെയിറ്റ് ആൻഡ് വെരി സ്ട്രോങ് ഡ്യൂറബിൾ മെറ്റീരിയൽസ് ലൈക്ക് കാർബൺ ഫൈബർ അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ പിന്നെ ജോയിൻസ്, അതായത് കമ്പനൻസിൽ ഇതുപോലെ നമ്മുടെ മാനുവൽ കമ്പനൻസ് നിന്ന് ഹൈടെക് ബയോ ഫീഡ്ബാക്ക് ഉള്ള ബയോണിക് ആയിട്ടുള്ള കമ്പനൻസ് ഒക്കെ ആയി. പിന്നെ നമ്മൾ ടെക്നോളജി പറയുമ്പോഴേക്കും ആദ്യം നമ്മൾ ഈ കൺവെൻഷണൽ പ്രോസസ് ഒക്കെ നമ്മൾ മാനുവലി ആയിരുന്നു ഉണ്ടാക്കുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 3D പ്രിന്റിംഗ് ആണ്. ഇതിന് മുന്നേ CAD CAM ആയിരുന്നു. അപ്പൊ ഈ 3D പ്രിന്റിംഗ് സിസ്റ്റം ആണെങ്കിലും CAD CAM ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ 3D സ്കാനേഴ്സ് യൂസ് ചെയ്തിട്ടാണ് മെഷർമെന്റ് എടുക്കുക. അതർവൈസ് നമ്മൾ ഈ POP ബാൻഡേജസ് യൂസ് ചെയ്ത് കാസ്റ്റ് മെഷർമെന്റ് എടുത്ത് അത് POP ഫില്ല് ചെയ്ത് മോഡിഫൈ ചെയ്ത് അത്രയും സോക്കറ്റ് ഉണ്ടാക്കേണ്ട ഒരു ലേബർ അവിടെ വരുന്നുണ്ട്. പക്ഷെ ഈ സിസ്റ്റത്തിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ 3D സ്കാനിങ് ആ ചെയ്യുക. അപ്പൊ സ്കാൻ ചെയ്ത് കിട്ടുന്ന ഇമേജ് നമ്മൾ അതിന്റെ സോഫ്റ്റ്വെയറിലേക്ക്, അതായത് കമ്പ്യൂട്ടറിൽ ചെയ്തിട്ട് അതിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ വേണോ അതൊക്കെ നമ്മൾ ആ കമ്പ്യൂട്ടറിൽ തന്നെയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ ഇമേജ് നമ്മൾ 3D പ്രിന്ററിലേക്ക് അല്ലെങ്കിൽ CAD CAM മെഷീനിലേക്ക് ഫീഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നാണ് പ്രിന്റ് ചെയ്ത് നമ്മുടെ സോക്കറ്റ് വരുന്നത്. അപ്പം ആ പ്രൊസീജിയർ, അതായത് ആ ലേബർ നമുക്ക് ഈ സോക്കറ്റ് ഉണ്ടാക്കാനുള്ള ഒരു മാനുവൽ ലേബർ അതും കൂടെ കുറഞ്ഞു കിട്ടി. പിന്നെ പ്രിസിഷൻ അത്രയും കൂടും. നമ്മളിപ്പം ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റും, പക്ഷെ കമ്പ്യൂട്ടർ ആകുമ്പോൾ അത്രയും പോലും തെറ്റ് വരാറില്ല. അപ്പൊ അത്രയും പ്രിസിഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോ ഇന്റഗ്രേഷൻ. ഞാൻ പറഞ്ഞ എല്ലായിടത്തും ഞാൻ പറഞ്ഞ ഒരു കാര്യം, സോക്കറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട്. ഒരു ചെറിയൊരു ഇഷ്യൂ സോക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിരിക്കും പേഷ്യൻസിന്റെ കംഫർട്ടിന്. അപ്പം ഓസ്റ്റിയോ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോഴേക്കും അതിൽ ഡയറക്റ്റ് സ്കെലിറ്റൽ അറ്റാച്ച്മെന്റ് ആണ് ഈ പ്രോസ്തെറ്റിക് കോമ്പൗണ്ട്. അപ്പൊ നമ്മൾ അവിടെ സോക്കറ്റ് എലിമിനേറ്റ് ചെയ്യുക, അതുവഴി സോക്കറ്റിന്റെ കൂടെ ഉണ്ടാകുന്ന എല്ലാ ഇഷ്യൂസും എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈലൻ ട്യൂബ് ഡയറക്റ്റ് ആയിട്ട് സ്കെലിറ്റൺ ബോൺസിലേക്ക് ഏത് തരം ആംപ്യൂട്ടേഷൻ ആണ്, ഇപ്പൊ BK ആണെങ്കിൽ ടിബിയയിലോട്ട്, അല്ലെങ്കിൽ AK ആണെങ്കിൽ ബോനി ആണെങ്കിൽ ഫീമറിലോട്ട് അത് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫീഡ്ബാക്ക്, കുറച്ച് ഫീഡ്ബാക്കും കൂടെ കിട്ടും. പിന്നെ സോക്കറ്റിന്റെ ഒരു ടെൻഷൻ ഇല്ല, പിന്നെ റിമൂവൽ എപ്പോഴും അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അഡ്വാൻസ്മെന്റും കൂടെ ഉണ്ട്. ഇത്രയും നല്ല ഒരു ഡെസ്ക്രിപ്ഷൻ അബൌട്ട് അപ്പർ ലിം, ലോവർ ലിം എല്ലാം പറഞ്ഞു തന്നു. ഒരു കാൻഡിഡേറ്റിന് പ്രോസ്തെസിസ് സ്പെഷ്യലിസ്റ്റ് ആവണം, എന്തൊക്കെയാണ് അവർ ആവശ്യമുള്ള ക്വാളിറ്റീസ്, പിന്നെ അവർ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ എന്താണ് ഒരു ഫ്യൂ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്? ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ അഡ്മിഷൻ വേണമെങ്കിൽ നമുക്ക് +2 കഴിഞ്ഞിട്ട് സയൻസ് അല്ലെങ്കിൽ മാത്സ് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. 50% മസ്റ്റ് ആണ്. പിന്നെ LBS ത്രൂ ആയതുകൊണ്ട് മെറിറ്റ് ബേസിസ് തന്നെയായിരിക്കും അഡ്മിഷൻ. അപ്പൊ നമ്മൾ പഠിക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് ലാർജ് വാസ്റ്റ് ടോപ്പിക്സ് ഉണ്ട്. അനാട്ടമി, ഫിസിയോളജി, പാത്തോളജി, ഫാർമക്കോളജി, ഇലക്ട്രോണിക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ പഠിക്കാനായിട്ട് ഒത്തിരി ഉണ്ടാവും. അതുപോലെ തന്നെ പ്രാക്ടിക്കലും ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതുവരെ കടന്നു വന്നൊരു ലൈഫ് +2 വരെ എന്ന് പറയുമ്പം അവിടെ എല്ലായിടത്തും, ഇപ്പം നഴ്സറി തൊട്ട് എല്ലായിടത്തും കുട്ടിക്കായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടന്റ്. കുട്ടി വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കുട്ടി എന്നുള്ളതാണ്, സ്റ്റുഡന്റ് എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. പക്ഷെ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പോഴേക്കും, ഇവിടെ വരുമ്പോഴേക്കും നമുക്കൊരു ഇമ്പോർട്ടൻസും ഇല്ല. ആ ക്ലയന്റ്, നമ്മുടെ മുന്നിലുള്ള ആൾ, ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് സർവീസസ്, അവർക്കായിരിക്കണം മോസ്റ്റ് ഇമ്പോർട്ടൻസ് കിട്ടേണ്ടത്. പിന്നെ ആഫ്റ്റർ കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട 2-3 ക്വാളിറ്റി എന്ന് പറയുമ്പം, സിമ്പതിയോടെ അല്ല അവരെ നോക്കണ്ടേ, നമ്മൾ എമ്പതി, നമ്മൾ അവരുടെ ഷൂയിലേക്ക് കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട്ലി അവരുടെ പെയിൻ മനസ്സിലാവാൻ പറ്റുള്ളൂ. അതുപോലെ അസസ്മെന്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവരുടെ നീഡ്സ്, അവരുടെ എക്സ്പെക്ടേഷന് മുൻതൂക്കം കൊടുക്കണം. ബിക്കോസ് അതാണ് എത്തിക്സ്. അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അവർക്ക് എന്താണോ വേണ്ടത്, അത് റോങ് ആയാലും റൈറ്റ് ആയാലും അത് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കാണ്. അപ്പൊ നമ്മൾ അവരുടെ മുകളിൽ ഒന്നും ഇമ്പോസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു പ്രോസ്തെസിന് വേണ്ടി വരുന്ന ഒരാൾ ഓൺലി ആംബ്യൂട്ടി മാത്രമല്ല, അയാൾക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇൻക്ലൂഡിങ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം.
പിന്നെ എപ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൂടെ ഇപ്പൊ നമ്മൾ ഓൺലി പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാതെ Right. കുറച്ചൊരു അറ്റാച്ച്മെന്റ് വെച്ച് അങ്ങനെ വെക്കുമ്പോഴേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഔട്ട്കംസ് കൂടുതൽ നന്നായിരിക്കും, കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് വരും. Right. പിന്നെ മണി മൈൻഡഡ് മാത്രമാവാതെ, മണി ഇല്ല എന്നല്ല, ഉണ്ട്, Right. പക്ഷെ അതല്ലാതെ നമ്മൾക്ക് ഒരു സർവീസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഈവൻ ഇൻ ദ ഏർലി ടൈംസ്, ഇപ്പൊ ഫസ്റ്റ് ഇയറിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിലും വരുമ്പം മേ ബി അവർ ഹൈഫൈ തിങ്കിങ് ചെയ്തിട്ടായിരിക്കുന്നത്, പക്ഷെ ബേസിക് ആയിട്ട് ചെയ്യുമ്പം നമുക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് POP യൂസ് ചെയ്യേണ്ടി വരും. Right. അത് പിന്നെയാണ് ഇപ്പൊ നമ്മൾ വൺസ് വി കംപ്ലീറ്റ് ദ കോഴ്സ്, അപ്പോഴാണ് നമുക്ക് ടെക്നീഷ്യൻസിനെ കിട്ടുക. ഈ പണികളൊക്കെ ചെയ്യാൻ ടെക്നീഷ്യൻസ് ഉണ്ട്, യു ഹാവ് ടു ഡു ദ മോഡിഫിക്കേഷൻ ഓൺലി എന്ന് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കടമ്പകളും കടന്നിട്ടായിരിക്കണം പോകേണ്ടത്. അപ്പം കുറച്ച് എമ്പതി വെച്ച്, കുറച്ച് സ്നേഹത്തോടെ പെരുമാറാൻ, കുറച്ച് സർവീസ് കൊടുക്കാനുള്ള ഒരു മനസ്സുള്ളവർക്കായിരിക്കും ഈ കോഴ്സ് കൂടുതൽ ചെയ്താൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. Okay. So anyway, thank you madam for coming on to MedVentures. Madam ഇത്രയും elaborate ആയിട്ട് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ടും very social message. I think you're doing a great noble cause for people of Kerala. അപ്പോൾ I wish you, your complete team at NIPMER and the whole institute of NIPMER all the best, and may you continue to grow bigger, stronger and more successful. So Thank you so much giving me an opportunity here, sir. okay, Thank you. thank you.